ക്രിമിജം വസനം പ്രതിഗൃഹ്യതാം കാഞ്ചനാദിവിനിർമാണം ശ്രീകരം ശ്രീയുധം സദാ സുഗതം പുണ്യതം രത്നഭൂഷണം പ്രതിഗൃഹ്യതാം നാനാവൃക്ഷസമുദ്ഭൂതം നാനാരൂപസമന്യതം ഫലസ്വരൂപം ഫലദം ഫലം ച പ്രതിഗൃഹ്യതാം സർവമംഗളരൂപം ച സർവമംഗളമംഗളം നാനാപുഷ്പവിനിർമാണം ബഹുശോഭാസമന്യതം പ്രീതിദം പുണ്യതം ചൈവ മാല്യം ച പ്രതിഗൃഹ്യതാം പുണ്യതം ച സുഗന്ധാഢ്യം ഗന്ധം ച ദേവീ ഗൃഹ്യതാം സിന്ദൂരം ച വരം രമ്യം ഭാലശോഭാവിവർദ്ധനം ഭൂഷണാനാം ച പ്രവരം സിന്ദൂരം പ്രതിഗൃഹ്യതാം വിശുദ്ധഗ്രന്ഥി സംയുക്തം പുണ്യസൂത്രവിനിർമ്മിതം പവിത്രം വേദമന്ത്രേണ യജ്ഞസൂത്രം ച ഗൃഹ്യതാം ദ്രവ്യാണ്യേതാനി മൂലേന ദത്വാ സ്തോത്രം ഫടേസുരി തതോ വിപ്രായ ഭക്ത്യാ ച വ്രതീ ദദ്യാ ച ദക്ഷിണ സാവിത്രീതി ചതുർത്ഥ്യന്തം വന്യജായാന്തമേവ ച ലക്ഷ്മീമായ കാമപൂർവം മന്ത്രമഷ്ടാക്ഷരം വിദു ആദ്യന്തിനോക്തം സ്തോത്രം ച സർവകാമഫലപ്രദം വിപ്രജീവനരൂപം ച നിബോധകഥയാമിതേ കൃഷ്ണേന ദത്താം സാവിത്രീ ഗോലോകേ ബ്രഹ്മണേ പുരാം നായാതിസാദേന സാർദ്ധം ബ്രഹ്മലോകേ ച നാരദ ബ്രഹ്മ കൃഷ്ണാഖ്യയാ ഭക്ത്യാ തുഷ്ടാവേദമാതരം തഥാ സ പരിതുഷ്ടാ ച ബ്രഹ്മാണം ജഗമേ പദീം ബ്രഹ്മോവാച സച്ചിദാനന്ദരൂപേ ത്വം മൂലപ്രകൃതിരൂപിണി ഹിരണ്യഗർഭരൂപേ ത്വം പ്രസന്നാ ഭവസുന്ദരീ തേജസ്വരൂപേ പരമേ പരമാനന്ദരൂപിണി ദ്വിജാതീനാം ജാതിരൂപേ പ്രസന്നാ ഭവസുന്ദരീ നിത്യേ നിത്യപ്രിയേ ദേവി നിത്യാനന്ദസ്വരൂപിണി സർവമംഗളരൂപേ ച പ്രസന്നാ ഭവസുന്ദരീ സർവസ്വരൂപേ വിപ്രാണാം മന്ത്രസാരേ പരാത്പരേ സുഖപ്രദേ മോക്ഷദേ ദേവി പ്രസന്നാ ഭവസുന്ദരീ വിപ്രഭാവേത്മദാ ഹായ ജ്വലദഗ്നി ശിഖോഭമേ ബ്രഹ്മതേജപ്രദേ ദേവി പ്രസന്നാ ഭവസുന്ദരീ കായേന മനസാ വാചാ യത്പാപം കുരുതേ നരാ തത്വസ്മരണമാത്രേണ ഭസ്മീഭൂതം ഭവിഷ്യതി ഇത്യുക്താ ജഗതാം ധാതാ തസ്ഥൗ തത്ര ച സംസദി സാവിത്രി ബ്രഹ്മണാ സാധം ബ്രഹ്മലോകം ജഗാമസ അനേന തവ രാജേന സംസ്തൂയാശപതി നൃപ ദദർശതാം ച സാവിത്രീം വരം പ്രാപ്ത മനോഗതം സവരാജമിമം പുണ്യം സന്ധ്യാം കൃത്വാ ജയത് പഠേത് പാഠം പാഠേ ചതുർണാം വേദാനാ യത്ഫലം ലഭതേ ച തത് ശ്രീമഹാദേവ്യൈ നമഃ ഇതി ശ്രീദേവി ഭാഗവതേ നവമസ്കന്ധേ ഷഡ്വിംശോऽധ്യായ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ. അമ്മേ ദേവി മഹേശ്വരീ കന്യേ ചെമ്മേ നിൻ പാദം കൂപ്പുന്നേ. 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 എന്നും നിന്നോടെ സൽക്കഥ കേട്ടും എന്നും നിൻ നാമം പാടിയും എന്നും നിന്നോടെ ദാസനായി വാഴാം എന്നും നിന്നെ ഭജിച്ചിടാം. അമ്മേ ദേവി മഹേശ്വരീ കന്യേ ചെമ്മേ നിൻ പാദം കൂപ്പുന്നേ. അമ്മേ ദേവി മഹേശ്വരീ കന്യേ ചെമ്മേ നിൻ പാദം കൂപ്പുന്നേ. എന്നോ കാണും ഞാൻ നിന്നോകാം പൂജം എന്നോ നിൻ വിളി കേൾക്കും ഞാൻ. മിന്നം നിന്നകചന്ദ്രിക തന്നിൽ നിന്നോ ഞാൻ എന്നലിഞ്ഞിടും. അമ്മേ ദേവി മഹേശ്വരീ കന്യേ ചെമ്മേ നിൻ പാദം കൂപ്പുന്നേ. അമ്മേ ദേവി മഹേശ്വരീ കന്യേ ചെമ്മേ നിൻ പാദം. എൻ മനതിൽ നന്മയേറാനും
തിന്മയെല്ലാം നശിക്കാനും നിന്നനുഗ്രഹമൊന്നിനു മാത്രം ഇന്നിതാ കാത്തിരിക്കുന്നേ. അമ്മേ ദേവി മഹേശ്വരി കന്യേ ക്ഷമേ നിൻ പാദം പൂക്കുന്നേ. അമ്മേ ദേവി മഹേശ്വരി കന്യേ ക്ഷമേ നിൻ പാദം അമ്മതൻ കൃപാലേശമേൽക്കുകിൽ കർമ്മബന്ധങ്ങളറ്റിടും. ജന്മസാഫല്യമെന്നു കൈവരും ചിന്മയേ ദേവി പാഹി മാം. അമ്മേ ദേവി മഹേശ്വരി കന്യേ ക്ഷമേ നിൻ പാദം കൂപ്പുന്നേ. അമ്മേ ദേവി മഹേശ്വരി കന്യേ ക്ഷമേ നിൻ പാദം കൂപ്പുന്നേ. നന്ദനന്ദിനി വിശ്വമോഹിനി സച്ചിദാനന്ദരൂപിണി വന്ദനീയ പദാംബുജേ ദേവി എന്നും നീ എനിക്കാശ്രയം. അമ്മേ ദേവി മഹേശ്വരി കന്യേ ക്ഷമേ നിൻ പാദം കൂപ്പുന്നേ. 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 സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി നന്ദകുമാര നവനീത ചോര നന്ദകുമാര നവനീത ചോര നന്ദകുമാര നവനീത ചോര നന്ദകുമാര നവനീത ചോര ഹൃദയ വിഹാര ബടാചിത്ത ചോര ഹൃദയ വിഹാര ബടാചിത്ത ചോര ഹൃദയ വിഹാര ബടാചിത്ത ചോര ഹൃദയ വിഹാര ബടാചിത്ത ചോര ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി പ്രഭു ഗിരിധാരി. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. പ്രാർത്ഥിപ്പു നിൻകടൽ മണിഞ്ഞിവനെന്നുമേവം രൂപം തൊതീയ മകതാരിൽ വിളങ്ങിടട്ടെ. നിന്നാമമെന്നു മുരിയാടുവതായി വരട്ടെ. കാണായി വരട്ടെ സതതം തവ പാദയുഗ്മം. കാണായി വരട്ടെ സതതം തവ പാദയുഗ്മം.
യാ ദേവി ഗിരിനന്ദനാ ഭഗവതി കാത്യായനി മാതംഗീ വിജയന്യതാ മധുകരീ മൂകാലയാദീശ്വരി സാമം പാതു കൃപാനിധേ സമുചിതേ സച്ചൽ സ്വരൂപേ ശിവേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. സൂര്യവംശത്തിലെ മറ്റ് രാജാക്കന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു കാബുൽസ്തൻ എന്നുള്ളതായ രാജാവ്. കാബുൽസ്തൻ എന്നൊക്കെ പേര് കിട്ടാനായിക്കൊണ്ട് ഒരു പ്രത്യേക പ്രവൃത്തി ഉണ്ടായിരുന്ന, അതായത് സൂര്യവംശത്തിലെ രാജാവായിരുന്ന ഇക്ഷ്വാകുവിന് വികുക്ഷി എന്ന് പറഞ്ഞതായ ഒരു പുത്രനുണ്ടായി. ഈ വികുക്ഷി എന്നുള്ളതായ പുത്രന് 10-12 വയസ്സ് പ്രായമായ സമയത്ത് ഒരു ശാർദ്ധത്തിനായിക്കൊണ്ട്, പിതൃകർമ്മങ്ങൾക്കായിക്കൊണ്ട് കാട്ടിൽ നിന്ന് മാംസത്തിൻ്റെ ആവശ്യമുണ്ടായി. അതിനായിക്കൊണ്ട് ഈ വികുക്ഷിയെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. കാട്ടിൽ ചെന്ന് രാജകുമാരൻ നായാടി കുറച്ച് മുയലുകളെയൊക്കെ പിടിച്ചു. പക്ഷേ കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വഴിതെറ്റിയതോടുകൂടി രാത്രികാലങ്ങളിൽ കാട്ടിൽപ്പെട്ടു. പിന്നീട് പിറ്റേ ദിവസവും വഴി അന്വേഷിച്ച് വിശന്ന് വലഞ്ഞ സമയത്ത് ഈ വികുക്ഷി ആ മുയലുകളിൽ ഒന്നിനെ കൊന്ന് അത് ഭക്ഷിച്ചു. പിന്നെ രാത്രിയാവുമ്പോഴേക്കുമാണ് ഈ കൊട്ടാരത്തിലേക്ക് മറ്റു മുയലുകളൊക്കെ ആയിട്ട് വന്നത്. അതിന് പിറ്റേ ദിവസം വേണ്ടതായ പിതൃകർമ്മങ്ങൾക്ക് ഈ മുയലുകളെ ഉപയോഗിക്കാനായിട്ട് വസിഷ്ഠൻ എത്തിയപ്പോഴാണ് വസിഷ്ഠൻ മനസ്സിലാക്കിയത്, ഈ പിതൃകർമ്മങ്ങൾക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ദ്രവ്യത്തെ ആര് ഭക്ഷിച്ചു? ഈ വികുക്ഷി ഭക്ഷിച്ചു. അതുകൊണ്ട് പിതൃകർമ്മങ്ങൾക്ക് ഭക്ഷിച്ചതിൻ്റെ ബാക്കി ഉപയോഗിക്കരുത് എന്നുണ്ട്. പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അത് ഭക്ഷിക്കരുത്. അങ്ങനെയായാൽ എന്തായി? അത് അശുദ്ധമായി, എച്ചിലായി എന്ന് പറയും. അതുകൊണ്ട് ആ പിതൃകർമ്മങ്ങൾ അപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇങ്ങനെ ഈ പറഞ്ഞതായ മുയലിനെ ഭക്ഷിച്ചതുകൊണ്ട് ഈ കാബുൽസ്തന്, ഈ പറഞ്ഞതായ വികുക്ഷിക്ക് ഒരു പുതിയ പേര് കിട്ടി, ശശാദ്. ശശാങ്കനല്ല, ശശാദ്. ഓരോ പേരൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും കേട്ടില്ലെങ്കിൽ ഇനി വല്ല ശശാങ്കന്മാരുണ്ടാകുമ്പോൾ അവരോട് ചെന്ന് പറയും, ഇന്നാ മനസ്സിലായത് നിങ്ങളുടെ പേരെന്ത് എങ്ങനെയായത്? മുയൽ തിന്ന ആളാണ്. അങ്ങനെയല്ല, ശശം എന്ന് പറഞ്ഞാൽ മുയൽ. ശശാങ്കൻ എന്ന് പേര് വരാൻ കാരണം മുയൽ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താ? ആ ചന്ദ്രൻ്റെ പൂർണ്ണചന്ദ്രൻ്റെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പൂർണ്ണചന്ദ്രൻ്റെ ഇതിൽ കാണുന്നതായ ചളി പോലെയുള്ളതായ ആ രൂപം, അതിന് മുയലിൻ്റെ രൂപമുണ്ട് എന്നാണ് കവികൾ പറയുന്നത്. ചന്ദ്രനിൽ കാണുന്നതായ ആ കറുത്ത പാടുകൾ അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മുയൽ പോലെയുണ്ട്. ഇനി നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഇനി എപ്പോഴും നോക്കിയാലും മുയൽ പോലെ തന്നെ തോന്നുള്ളൂ. കാരണം നമ്മുടെ മനസ്സിൽ ഒന്ന് കണ്ടുകൊണ്ട് എതിരെ നോക്കിയോ അത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാവും അതിന് അങ്ങനെ മുയലിൻ്റെതായ മുഖത്തോടു കൂടിയ ചന്ദ്രനെയാണ് ശശാങ്കൻ എന്ന പേര് പറഞ്ഞത്. ഇത് ശശാദൻ. ഈ ശശാദന് കുറച്ചു കാലമൊക്കെ കാട്ടിൽ കഴിയേണ്ടി വന്നു. പക്ഷേ ഈ പറഞ്ഞതായ ഇക്ഷ്വാകുവിൻ്റെ മരണശേഷം വികുക്ഷിയായ ശശാദനായ ഈ വ്യക്തി തന്നെ ആരായിട്ട് തീർന്നു? ചക്രവർത്തിയായി, രാജാവായിട്ട് തീർന്നു. അങ്ങനെയുള്ളതായ ശശാദൻ്റെ പുത്രന് ഇന്ദ്രൻ യുദ്ധത്തിനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. ശശാദൻ്റെ പുത്രനായിട്ടുള്ളതായ ശക്തനായ യോദ്ധാവാണ് എന്ന് പറഞ്ഞാണ് ദേവലോകത്തിലേക്ക് അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ചെന്ന സമയത്ത് ഇന്ദ്രനെ തന്നെ വാഹനമായിട്ട് കിട്ടിയാൽ യുദ്ധം ചെയ്യുള്ളൂ എന്നായി. കാരണം അസുരന്മാരുമായിട്ടുള്ള യുദ്ധമാണ്. താൻ മുന്നിൽ ചെന്നാൽ ചില അസുരന്മാർ വന്നാലോ, അതുകൊണ്ട് ഇന്ദ്രനെ തന്നെ മുൻനിർത്തി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ഇന്ദ്രനെ വാഹനമായിട്ട് കിട്ടണം, ഇന്ദ്രൻ്റെ പുറത്തിരുന്നേ യുദ്ധം ചെയ്യുള്ളൂ എന്നായി. അങ്ങനെ ഇന്ദ്രന് ഒരു കാളയായിട്ട് തീരേണ്ടി വന്നു. അങ്ങനെ കാളയുടെ പുറത്ത് ഇരുന്നു കൊണ്ട് കാളയായ ഇന്ദ്രൻ്റെ തോളിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്തത് കൊണ്ടാണ് എന്തുണ്ടായത്? കാകുസ്തൻ എന്ന പേര് പിന്നീട് ആ വംശത്തിൽ തന്നെ വന്നു. കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിയവരാ കഥയമമ കഥയമമ കഥകളതി സാദരം
കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാ. എവിടെയാണത് പറയുന്നത്? ലളിതാസനാണ്, രാമായണം. അപ്പോൾ അവിടെ കാകുസ്ഥൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനാണ്. അങ്ങനെ ആ ഒരു വംശത്തിൻ്റെ പേര് മുഴുവൻ. കാരണം കകുത്മം എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡർ ബുള്ളോക്കിൻ്റെ ഈ കാളയുടെ. അപ്പം അങ്ങനെയാണ് കാകുസ്ഥൻ എന്ന പേര് കിട്ടി. അങ്ങനെ യുദ്ധത്തിലൊക്കെ ജയിച്ചതുകൊണ്ട് പുരഞ്ജയൻ, ഇന്ദ്രനെ പോലും ജയിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് പുരഞ്ജയൻ എന്ന പേര് കിട്ടി. അങ്ങനെയാണ് ഈ കാകുസ്ഥന്മാരുടേതായ വംശമുണ്ടായത് എന്ന്. എന്തിനാണ് ഇത്തരത്തിലൊക്കെ ഉള്ള ചരിത്രങ്ങൾ പറയണത് എന്ന് പറയുമ്പോൾ നമ്മൾക്കും ഇങ്ങനെയൊക്കെയുള്ളതായ ചില പേരുകൾ ആര് തന്നിട്ടുണ്ടാവും? നമ്മളറിയാതെ തന്നെ നമ്മൾക്ക് ചില പേരൊക്കെ വീഴും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ, മറ്റുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ പേര് പറഞ്ഞാവും സംസാരിക്കാം. അപ്പം അതിന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പൂർവ്വകാലങ്ങളിൽ തന്നെ പറഞ്ഞ വസ്തുത. പോയ പ്രവൃത്തി ഒന്നായിരുന്നു, കിട്ടിയ പേര് വേറെ ഒന്നായിരുന്നു. ഈ പ്രവൃത്തി ചെയ്യാനായിക്കൊണ്ട് ഓരോരുത്തരും പോയ സമയത്ത് കാട്ടില് പിതൃകർമ്മങ്ങൾക്ക് വേണ്ടിയതായ ജീവികളെ പിടിക്കാനായിക്കൊണ്ടാണ് പോയതെങ്കിലും അതല്ല സത്യത്തിൽ അവിടെ നടന്നത്. എന്തായിട്ട് തീർന്നു? പിന്നീട് ഒരു പേര് വന്ന് ഭവിച്ചു. അതുമായിട്ടൊരു ബന്ധവുമില്ലാത്തതായ ശശാദൻ എന്ന പേര് വേണ്ടി വന്നു. ഇതുപോലെയാണ് ഇന്ദ്രൻ സ്വർഗലോകത്തിലാണ് യുദ്ധം ചെയ്യാൻ പോയി വന്നത്. പക്ഷേ പേര് വന്നത് എന്താ ചോദിച്ചാൽ എന്താ? കാകുസ്ഥൻ. ഇങ്ങനെ പറഞ്ഞത് നമ്മുടേതായ ജീവൻ ഈ ഭൂമിയിൽ വരുന്നത് ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയാണെങ്കിലും ഇവിടെ ജീവിച്ചു വരുമ്പോഴേക്കും എന്താവും? അതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള പേരും പ്രവൃത്തിയൊക്കെ ആയിട്ട് തീരും. ഓരോ ജീവനും ഈ ഭൂമിയിൽ വരുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയും കൂടുതൽ ഉയർച്ചയ്ക്ക് വേണ്ടിയുമാണത്രേ. നമ്മളിലുള്ളതായ അഗമ്യമായ, ഇത്രയും തീർത്താൽ തീരാത്തത്ര ആയ വളരാനുള്ള ആഗ്രഹമുണ്ട് ഓരോ ജീവനിലും എന്നാണ്. അങ്ങനെ ആ ഓരോ ജീവനിലുള്ള ആഗ്രഹത്തിൻ്റെ ഭാവമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ വന്ന് ശരീരമെടുക്കുന്നു. പക്ഷേ കാലക്രമേണ ആ ജീവൻ എന്ത് ചെയ്യണു? അതിൽ നിന്നൊക്കെ മാറിപ്പോണു എന്നാണ്. നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ബോംബെയിൽ വന്ന് ജീവിക്കാൻ കാരണം എന്താണ്? നാട്ടിൽ തന്നെ മതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ എന്താണ്? പോരാ. എന്തുകൊണ്ട് പോരാ? വളരണം, ഉയരണം എന്നൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് ഭൗതികമായിട്ട് തന്നെ നമ്മൾക്ക് എന്ത് വേണ്ടി വന്നു? സ്ഥലം മാറിപ്പോകേണ്ടി വന്നു. ഇനിയിപ്പോൾ ബോംബെയിലുള്ള ആളുകൾക്ക് വന്ന് പുതിയ തലമുറയ്ക്കൊക്കെ വളരണം, ഉയരണം എന്നുണ്ടെങ്കിൽ അവർ എവിടേക്കാണ് പോകുന്നത്? അവർ ഫോറിനിലേക്ക് പോകുന്നുണ്ട്. ഇനി അവിടെയുള്ള അടുത്ത തലമുറ എവിടേക്ക് പോകും? അവർ ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഒക്കെ പോകും. അത് അടിസ്ഥാനമായിട്ട് പറഞ്ഞത് ഈ വളർച്ചയുടെ നമ്മളിലുള്ളതായ താല്പര്യമാണ്, പൂർണ്ണതയ്ക്ക് നമ്മളിലുള്ളതായ താല്പര്യമാണ് നമ്മളെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? സഞ്ചരിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂർണ്ണത സഞ്ചരിക്കാതെ തന്നെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു തിരിച്ചറിവുണ്ടാവും. ഇല്ലെങ്കിൽ ഇത് എന്താവും? ജീവിതം മുഴുവൻ സഞ്ചാരം ആയിട്ട് തീരും. എന്നിട്ട് ഇങ്ങനെ പറയും, സഞ്ചാരം കൊണ്ട് വയ്യ എന്ന് പറയും. ആരാ തുടങ്ങിയത്? അതുകൊണ്ടാണ് ഇവിടെ ഈ ചരിത്രങ്ങൾ പൂർവ്വത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അനവധി ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ജീവന്മാരുടേതായ ഗതി ഈ രീതിയിലൊക്കെ ആയിരുന്നു എന്നറിയുന്ന സമയത്ത് നമുക്ക് നമ്മളിതായ ഗതിയിലൊന്നും വലിയ എന്ത് തോന്നില്ല, വലിയ കേമത്തമോ പ്രത്യേകതയോ ഒന്നും തോന്നില്ല. അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും തോന്നുന്നു ഞാൻ എന്ന ഭാവം. അതുകൊണ്ടാണ് പിന്നീട് ഇതുപോലെ തന്നെ ഒരു പേര് കിട്ടിയ വ്യക്തിയായിരുന്നു മാന്ധാതാവ് എന്ന് പറയും. ഇക്ഷാകുവിൻ്റെ വംശത്തിൽ തന്നെ പിന്നെ യൗവനാശൻ എന്ന് പറഞ്ഞതായ ഒരു രാജാവുണ്ടായി. യൗവനാശന് പുത്രന്മാരില്ല. പുത്രന്മാരുണ്ടാവാനായിക്കൊണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ യാഗം ചെയ്യാനായിക്കൊണ്ട് പൂർവ്വകാലങ്ങളിലൊക്കെ വനങ്ങളിൽ, കാടുകളിൽ ചെന്ന് യാഗം ചെയ്യാറ്. കാരണം മനുഷ്യരെ സ്പർശിച്ച ഭൂമിക്ക് എന്തില്ല? ശുദ്ധിയില്ല എന്നാണ്. അതുകൊണ്ട് മനുഷ്യരെ സ്പർശിച്ച ഭൂമി, ശുദ്ധമല്ലാത്ത ഭൂമിയിൽ യാഗങ്ങൾ ചെയ്താൽ ഫലമുണ്ടാവില്ല. ചെയ്യണ്ട എന്നല്ല, വേണ്ട ഫലമുണ്ടാവില്ല. അതുകൊണ്ട് പൂർവ്വകാലങ്ങളിലൊക്കെ യാഗം ചെയ്യാനായിട്ട് എവിടേക്ക് ചെല്ലും? കാട്ടിലേക്ക് ചെല്ലും. അങ്ങനെ കാട്ടിൽ ചെന്ന് യജ്ഞശാലയൊക്കെ കെട്ടി യാഗമൊക്കെ ആരംഭിച്ചു. അതുകൊണ്ട് ഈ യാഗത്തിന് എന്തു വേണ്ടി വന്നു? ഈ രാജാവിന് ആ കാട്ടിൽ തന്നെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ യാഗം പുരോഗമിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി സമയത്ത്
ഈ രാജാവിന് യൗവനാശ്വന് എന്തുണ്ടായിട്ട് തീർന്നു? എന്തെന്നില്ലാതെ ദാഹം, വെള്ളം ദാഹിച്ചു. കൊട്ടാരത്തിലൊക്കെ ആണെങ്കിൽ ആളുകൾ എടുത്തു കൊടുക്കാനും ചുറ്റുപാടുമൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയ സമയത്ത് യജ്ഞശാലയിൽ ആരെയും കാണുന്നില്ല, വെള്ളം ദാഹം വർദ്ധിച്ചു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ യജ്ഞശാലയിലുള്ളതായ പൂജാസ്ഥലത്ത് ഒരു കുംഭത്തിലായിട്ട് വെള്ളം വെച്ചിരിക്കുന്നത് കണ്ടു. യൗവനാശൻ അതൊക്കെ എടുത്ത് കുടിച്ചു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ യാഗം തുടങ്ങാനായിട്ട് ചെല്ലുമ്പോൾ ഈ ജലം, മന്ത്രം ജപിച്ച് ജലം കാണുന്നില്ല. ഋത്തിക്കുകൾ ചോദിച്ചു, എവിടെ കാണുന്നില്ല, ഇന്നലെ വരെ ജപിച്ച് വെച്ചതായ ജലമില്ല, എവിടെ ചെന്നു എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് രാജാവ് തന്നെയാണ് അത് എടുത്തു കുടിച്ചത്. അതോടുകൂടി ഈ പറഞ്ഞതായ ഋത്തിക്കുകൾ പറഞ്ഞു, ഇനി യാഗം മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ജലം ആണ് അതിൻ്റെ പ്രധാനമായിട്ട് കിട്ടുന്നതായ യാഗപ്രസാദം. അത് കഴിച്ചാൽ ഗർഭവതിയാവും ഭാര്യ രാജ്ഞി എന്ന് കരുതിയാണ് ഞങ്ങൾ അതൊക്കെ ജപിച്ച് തയ്യാറാക്കിയത്. അതുകൊണ്ട് അത് അങ്ങ് തന്നെ എടുത്തു കുടിച്ചതുകൊണ്ട് എന്തായിട്ട് തീർന്നു? ഇനി അങ്ങയിൽ നിന്ന് തന്നെ ഒരു പുത്രനുണ്ടാവും എന്ന്. അങ്ങനെ യൗവനാശന് തൻ്റെ ഇടതുഭാഗത്തെ വയറ് കീറി ഒരു പുത്രനെ കിട്ടിയെന്നാണ്. പക്ഷേ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഈ പാല് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യും? ഒന്നും ഉണ്ടില്ല. ആ കുപ്പിപ്പാല് കൊടുത്ത് പരിചയം. ഇപ്പോൾ പാല് കൊടുക്കാത്ത കുട്ടികൾ അങ്ങനത്തെ ഇല്ല. ഇതിൽ കുപ്പിപ്പാല് കൊടുത്ത്, കുപ്പിപ്പാലല്ല, അത് തന്നെ എന്തെന്നില്ലാതെ കരയും ആദ്യം. ഈ കുട്ടികൾ പാല് കിട്ടാതെ ആകുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ആദ്യത്തെ പ്രതികരണമാണ് ഈ കരച്ചിൽ. അത് നമ്മൾ അവസാന കാലം വരെ കൊണ്ടു നടക്കും. അത് ഈ ആദ്യത്തെ പ്രതികരണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉടനെ തുടങ്ങും എന്ത്? കരച്ചിൽ. അപ്പോൾ അങ്ങനെ ഒരു പറച്ചിലുമുണ്ട്. കരച്ചിൽ മാത്രമല്ല, പറച്ചിലുമുണ്ട്. എന്താണ്? കരയണ കുട്ടിക്ക് അത് നമുക്ക് നല്ല ബോധ്യം. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ കുട്ടി കരയാൻ തുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ അവിടെ ഓടിയെത്തി. ഇന്ദ്രൻ ഈ കുട്ടിക്കായിക്കൊണ്ട് തൻ്റെ വിരല് കുടിക്കാനായിട്ട് കൊടുത്തു എന്ന്. മാം ധാത, ഞാൻ തരാം നിനക്ക് കുടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ വിരലാണത്രേ പിന്നെ ആ കുട്ടി കുടിച്ച് എന്ത് തീർത്തത്? വിശപ്പ് തീർത്തത്. അതുകൊണ്ട് ആ കുട്ടിക്കൊരു പേരിട്ടു മാന്ധാതാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിരലുകുടിയൻ എന്ന്. മാന്ധാതാവ് എത്രയൊക്കെ കേമനായാലും എത്രയൊക്കെ പ്രസിദ്ധനായാലും ഈ കഥ അറിയുന്ന ആള് മാന്ധാതാവ് കേട്ടാൽ എന്ത് മനസ്സിലാവും? ചെറിയ കുട്ടികളൊക്കെ ചില സമയത്ത് ഇങ്ങനെ വിരല് പിടിക്കാറുണ്ട്. ഈ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ പിന്നിലാണ്. ആ കുട്ടിയുടെ ആ വിരല് കൂടി നിർത്താനായിക്കൊണ്ടുള്ള കഷ്ടപ്പാടൊക്കെ ചെയ്യും. അതിന് കാരണം ആരാന്ന് ചോദിച്ചാൽ കാരണം ആരാ? ഇന്ദ്രനാണ് ആദ്യമായിട്ട് ഈ വിരല് പിടിക്കാനുള്ളതായി പഠിപ്പിച്ചത്. അപ്പോൾ ആ വിരല് കൂടി നിർത്താൻ എന്തേ വേണ്ടു? ഇന്ദ്രനെ കാണല്ല. ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ വിരലും നീയോ ഒന്നാണ്. ആ കുട്ടിയെ സംബന്ധിച്ച് അത് വേറെയാണ് എന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ കുട്ടി വിരല് പിടിക്കുന്നത്. ആ വിരലും താനും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം ആ കുട്ടിയിൽ ഉണ്ടായാൽ അത് ആ വിരലുകൂടി നിർത്തും. അല്ലാതെ അതിൻ്റെ വിരൽ കെട്ടി വെച്ചിട്ടോ അതിൽ ചന്നിനായകം തേച്ചിട്ടോ അങ്ങനെ ഒരു വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടോ എന്നറിയില്ല. പണ്ട് കാലങ്ങളിൽ ചെറിയ കുട്ടികൾ വിരൽ പിടിച്ചാൽ ഉടനെ അതിൽ ചന്നിനായകത്തിൻ്റെ സ്വാതന്ത്ര്യം അതൊക്കെ കുടിച്ച് പരിചയമുണ്ട്. അപ്പം അതുകൊണ്ട് കയ്പാണത്. അപ്പം ഈ പറഞ്ഞ വസ്തുത അങ്ങനെയാണ്. മാന്ധാതാവ് എന്ന വ്യക്തിത്വം, ഈ മാന്ധാതാവ് ദേവിയുടെ ഉപാസകനായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും എടുത്തു പറഞ്ഞത്. മാന്ധാതാവ് അനവധി ദേവീക്ഷേത്രങ്ങൾ പണിയിച്ചു, ദേവിയെ ഉപാസിച്ചു. അങ്ങനെയാണത്രേ തിരുമന്താംകുന്നിലുള്ളതായ ദേവീക്ഷേത്രം മാന്ധാതാവ് പണിയിച്ചതാണ് എന്ന് പറയും. ഈ രീതിയിൽ അപ്പോൾ പിന്നെയാണ് ഭൂമിയുടേതായ ധരോദ്ധാരം എന്നതായ ഒരു ചരിത്രം പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നതൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ടതായ വസ്തുതകളാണ്. അതായത് ഈ ഭൂമിയിൽ സൃഷ്ടി കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് സ്വയംഭൂവനവാണ് ആദ്യം പരിശ്രമിച്ചതെന്ന്. സ്വയംഭൂവനവിന് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് ഭൂമി കിട്ടിയില്ല. ഭൂമി ആ കാലഘട്ടത്ത് രസാതലത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന്. രസാതലത്തിൽ ഒളിച്ചിരിക്കുന്നതായ ഭൂമിയെ കൊണ്ടുവരാൻ ബ്രഹ്മാവിന് ഭഗവാനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ബ്രഹ്മാവ് ധ്യാനിച്ച സമയത്ത് വരാഹരൂപിയായി വന്നതായ മഹാവിഷ്ണു ആ ഭൂമിയെ രസാതലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. ധരോദ്ധാരം എന്നാണ്.
ഭൂമി ഉയർന്നു വന്നു എന്നാണ്. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പിന്നീട് ആ ഭൂമിയിലായിക്കൊണ്ട് സ്വയംഭൂമനവും ശതരൂപാദേവിയും സൃഷ്ടി ആരംഭിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വരാഹത്തെ അവിടെ എന്തായിട്ട് പറയണം, യജ്ഞവരാഹം എന്ന രീതിയിലാണ് അറിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യജ്ഞങ്ങൾ നടത്താറുണ്ട്. യജ്ഞമല്ല, രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, താവും നാവും. യജ്ഞം എന്ന് പറഞ്ഞാൽ സ്വയമായിട്ടുള്ളതായ കഷ്ടപ്പാട്, ഹാർഡ് വർക്ക് എന്നൊക്കെ നമ്മൾ ആധുനികമായിട്ട് പറയും. അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്നതിനെയാണ് യജ്ഞം എന്ന് പറയും. പ്രയത്നം എന്ന് ഒന്നും കൂടി വ്യക്തമാക്കി, പ്രകർഷേണ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം അധ്വാനിക്കുന്നത്, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുന്നതിനാണ് യജ്ഞം എന്ന് പറയുക. പക്ഷേ അങ്ങനെയൊക്കെ അധ്വാനിക്കുന്ന സമയത്ത്, യജ്ഞിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ എന്തുണ്ടാവും, ഞാൻ എന്ന ഭാവമുണ്ടാവും. ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വസ്തുത ഉണ്ടാക്കിയത് എങ്കിൽ ആ വ്യക്തിയിൽ കൂടുതൽ എന്തുണ്ടാവും, ഞാൻ കഷ്ടപ്പെട്ടു, ഞാനായിട്ട് ചെയ്തു, ഞാൻ എന്ന ഭാവം കൂടുതൽ ഉണ്ടാകും. അപ്പം അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഈ അഹംഭാവം, സ്വപ്രയത്നം കൊണ്ടുണ്ടാവുന്നതായ അഹംഭാവം ഒഴിവാക്കണം. അപ്പം എന്ത് വേണം, അതിനെ യജ്ഞമായിട്ട് ചെയ്യണമെന്ന്. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഉള്ളതായ ഗുണത്തിനായിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, അഹങ്കാരമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് യജ്ഞം. കാരണം പല ആളുകളുടെയും കൂട്ടായ പ്രവർത്തനമാണ് എന്തുണ്ടാവുന്നത്, യജ്ഞമായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ യജ്ഞഭാവനയിൽ ജീവിക്കുന്ന വ്യക്തി ഏത് ഭാവനയിലേക്ക് മാറണം, യജ്ഞഭാവനയിലേക്ക് മാറാൻ സാധിക്കണമെന്ന്. ജീവിച്ചു വരുന്ന സമയത്ത് പ്രയത്നം ചെയ്യുമ്പോഴും അത് യജ്ഞത്തിൻ്റെ രൂപത്തിൽ, ലോകത്തിൻ്റെ നന്മയ്ക്ക്, മറ്റുള്ള ആളുകൾക്കൊക്കെ ഗുണകരമായ രീതിയിൽ മറ്റുള്ളവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചാൽ അതിലെന്തായിട്ട് തീരും, അത് വളരെ ശ്ലാഘനീയമായിട്ട് തീരും, വളരെ മഹത്തായിട്ട് തീരും. സ്വന്തം കാര്യം മാത്രമാവുമ്പോൾ അതിന് ലോകത്തിൽ എന്തുണ്ടാവില്ല, ലോകത്തിന് വലിയ സമ്മതമുണ്ടാവില്ല. അതുകൊണ്ട് കൂട്ടായ്മയുടേതായ ഗുണത്തിനായിക്കൊണ്ട് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷിച്ച് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മറ്റുള്ള ആളുകൾക്ക് കൂടി ഗുണകരമാവുന്നതാവാൻ പരിശ്രമിച്ചാൽ അതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വരാഹത്തെ എന്ത് പറഞ്ഞത്, യജ്ഞവരാഹം. സാധാരണ നിലയ്ക്ക് വരാഹം, സാധാരണ നിലയ്ക്ക് പന്നി ഇങ്ങനത്തെ ജീവിയല്ല. പന്നി ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതായിപ്പോൾ ഇനിയിപ്പോൾ ശബ്ദിച്ചുകൊണ്ടെങ്കിൽ ഇതാപ്പോൾ നമ്മളിങ്ങനെ പ്രഭാഷണമൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വാതിൽ കൂടി ഒരു പന്നിയകത്ത് കിടന്നു വന്നാൽ നമ്മളെന്താ ചെയ്യുക, അതിനെ എന്തായാലും സ്വീകരിക്കാൻ ആലിടൊന്നും ചെയ്യില്ല, ബാക്കിയൊന്നും ചെയ്തായത്. കാരണം അത് നികൃഷ്ട ജീവിയാണ്, അശുദ്ധമായ ജീവിയാണെന്ന് പറയും. എന്നാൽ അത് യജ്ഞവരാഹമായിട്ടാണ് വരണത് എന്നുണ്ടെങ്കിലോ, യജ്ഞത്തിൽ വരുന്നതായ വരാഹമൂർത്തിയായിട്ടുള്ളത് ആ പന്നി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതേ പന്നിയെ ചിലപ്പോൾ ആ മാലയിടും. അപ്പോൾ ഈ ഭാവനയിലുള്ള വ്യത്യാസം പറയാനാണ്. അപ്പോൾ പന്നിയാണ്, വരാഹമാണ്, സാധാരണ നിലയ്ക്ക് അതിനെ ആരും ശ്ലാഘനീയമായി കാണാറില്ല. പക്ഷേ പൊതുനന്മയ്ക്ക് യജ്ഞത്തിൻ്റെ രൂപത്തിൽ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് വന്നതുകൊണ്ട് അതിനെ എല്ലാവരും എന്ത് ചെയ്തു, അതിനെ മാനിച്ചു. വരാഹമൂർത്തി ഈ ഉപാസിക്കുന്ന ആളുകളടക്കമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ഈ വസ്തുത ഇതാണ്, നമ്മുടെ ജീവിതത്തിലും പറ്റുന്ന രീതിയിലൊക്കെ എന്ത് വേണം, പൊതു നന്മയ്ക്കായിക്കൊണ്ട്. ഒരു കുടുംബത്തിലായിട്ട് ജീവിക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെയും നന്മയ്ക്കായിക്കൊണ്ടുള്ളൊരു കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത് വളരെ ഗുണകരമാണ്. അല്ലാതെ സ്വന്തം കാര്യം, സിന്ദാബാദ് അറിയാത്ത മലയാളിയില്ല, അതുകൊണ്ടാണ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അത് പൊതുവെ വിജയകരമാവില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ സഹകരണം ഉണ്ടാവില്ല. ഒരു കുടുംബത്തിൽ തന്നെ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവില്ല. ഇപ്പം ഇവിടെ ഒരു യജ്ഞവരാഹമൂർത്തിയുടേതായ ഭാവത്തിൽ പറഞ്ഞ വസ്തുത ലോകത്തിൻ്റെ പൊതുവായ അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെയൊക്കെ കൂട്ടായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ സ്വയം പ്രയത്നിക്കണം. സ്വന്തം പ്രയത്നം കൊണ്ട് അഹങ്കാരം ഉണ്ടാവുന്നൊരു രീതി പാടില്ല. ഉത്താനപാദ രാജാവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ്റെ കഥയാണ് പിന്നീട് ഈ ദേവീ ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ദേവീ ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധവും
വിഷ്ണു ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധവും ഏറെക്കുറെ ഒരേ വസ്തുതകളാണ് പറയുന്നത്. വസ്തുതകളാണ് എന്ന് പറയാൻ കാരണം അടിസ്ഥാനമായിട്ടൊരു വ്യത്യാസമുണ്ട്. സാധാരണ നിലയ്ക്ക് ഈശ്വരനെ അറിയാനായിക്കൊണ്ട് അല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപസ്ഥിതി അറിയാനായിക്കൊണ്ട് എന്ത് വേണം? ഭക്തി അല്ലെങ്കിൽ ജ്ഞാനമുണ്ടാവണം എന്ന് പറയും. അപ്പോൾ ഈശ്വരനെ ഈശ്വരനായിട്ട് അറിയുന്ന രീതിയാണ്. ഈ ഈശ്വരനെ ഈശ്വരനായിട്ട് അറിയാന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലത്തിൽ അല്ലാണ്ട് ഈശ്വരന്റെ തലത്തിൽ തന്നെ അറിയാം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഉപയോഗിക്കുന്നതായ കറണ്ട് വിദ്യുച്ഛക്തി, ഒരു വീട്ടിൽ എന്തുണ്ട്? വിദ്യുച്ഛക്തി ഉണ്ട്. അപ്പം നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ നമുക്ക് എന്തറിയുള്ളൂ? വിദ്യുച്ഛക്തി ഉണ്ട്. അങ്ങനെയല്ല, സ്വിച്ച് ഒന്നും ഓൺ ചെയ്തില്ലെങ്കിലും ആ വീട്ടിൽ മെയിൻ സ്വിച്ചിലും ഒക്കെ ആയിട്ട് എന്തുണ്ടാവും? വിദ്യുച്ഛക്തി ഉണ്ടാവും. വിദ്യുച്ഛക്തിയുടെ രീതിയിൽ കറണ്ടിന്റെ രീതിയിൽ തന്നെ ഇരിക്കുന്നതിനാണ് എന്ത് പറഞ്ഞത്? സ്വരൂപം, അതിൻ്റെ രൂപത്തെ. അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. നമുക്കറിയണമെങ്കിൽ എന്ത് വേണം? കറണ്ടിനെ അറിയണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്താൽ വെളിച്ചമായിട്ട് വരും, ഫാനായിട്ട് വരും. അപ്പോൾ നമുക്കറിയും എന്ത് അവിടെ എന്തുണ്ട്? അവിടെ കറണ്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഉപാധികളിൽ കൂടി മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. ഈശ്വരന്റെ സ്ഥാനം ഇപ്പോൾ ഈ കറണ്ടിന് അല്ലെങ്കിൽ വിദ്യുച്ഛക്തിക്ക്, ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ ഈശ്വരന്റെ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ആ ഈശ്വരനെ അറിയാൻ സാധാരണ നിലയ്ക്ക് നമുക്ക് എന്ത് വേണം? ഉപാധികൾ വേണം, മീഡിയം വേണം. പക്ഷേ ഈശ്വരൻ ഈ ഉപാധികളെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല, അതിൽ നിന്നൊക്കെ അതീതമാണ്. ഇല്ലേ? വീട്ടിലുള്ളതായ കറണ്ട് കത്തുന്ന ബൾബിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. കാരണം ബൾബ് ഫ്യൂസായി പോയാൽ നമ്മൾ പറയാറില്ല കറണ്ട് പോയി എന്ന് പറയും. ഇല്ല, ബൾബ് ഫ്യൂസായാൽ എന്തേ ഫ്യൂസായുള്ളൂ? അതേ കേട് വന്നുള്ളൂ, കറണ്ട് ഇല്ലാതെയാവുന്നില്ല. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയും ഉപാധിയാണ്, ഈശ്വരന്റെ ഉപാധികളാണ്. കുറേ ബൾബുകൾ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഇതിലേതെങ്കിലും ഒരു ബൾബൊന്നും കെട്ടാൽ എന്തില്ലാതെയാവില്ല? ഈശ്വരനില്ലാതെയാവില്ല, ഈ ലോകമില്ലാതെയാവില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ ഈശ്വരനെ ഈശ്വരൻ്റെതായ കരണ്ടിൻ്റെതായ രീതിയിൽ അറിയാനായിക്കൊണ്ട് ഉപാസനകൾ വേണം. അവിടെ ഉള്ള പ്രധാനപ്പെട്ട ഉപാസനയാണ് ഭക്തി, അതുപോലെ ജ്ഞാനം മുതലായത്. അപ്പോൾ ആ വസ്തുത പറയാനായിക്കൊണ്ടാണ് ഇവിടെ ഈ പ്രിയവ്രതൻ്റെ ചരിത്രം പറഞ്ഞത്. പ്രിയവ്രതൻ നാരദ മഹർഷിയിൽ നിന്ന് മന്ത്രമൊക്കെ ലഭിച്ച് പിന്നീട് തപസ് ചെയ്യാനായിട്ട് പോയി. പ്രിയവ്രതൻ്റെ അച്ഛനായ സ്വയംഭൂമനുവിന് പ്രായമായി. രാജ്യഭാരം ഈ പ്രിയവ്രതനെ ഏൽപ്പിച്ച് സ്വയംഭൂമനു തപസ്സിന് പോകണം എന്ന് കരുതിയപ്പോഴാണ് പ്രിയവ്രതൻ അത് സമ്മതിച്ചില്ല. പ്രിയവ്രതനോട് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ പ്രിയവ്രതൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ തപസ് ചെയ്യാണ്. അങ്ങനെ ഈ സ്വയംഭൂമനുവിന് വലുതായ വിഷമമായി. എന്തുകൊണ്ടാ? തൻ്റെ പുത്രൻ താൻ പറഞ്ഞത് കേൾക്കുന്നില്ല. അതുകൊണ്ട് സ്വയംഭൂമനും അച്ഛനായ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ഈ വിഷമം പറഞ്ഞു. ബ്രഹ്മാവ് ഈ പറഞ്ഞതായ പ്രിയവ്രതൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പ്രിയവ്രതനോട് നേരിട്ട് ഉപദേശിച്ചു. ബ്രഹ്മാവ്, ഉണ്ണി, നീ തപസ് ചെയ്യുന്നത് എന്തിനാ? തപസ് ചെയ്യുന്നത് ഈശ്വരനെ അറിയാൻ വേണ്ടിയാണ്. നിനക്ക് തപസ് ചെയ്ത് ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനുള്ള പക്വത നേടിയെടുക്കണം. ഇപ്പോൾ നിനക്ക് അതിലുള്ളതായ പക്വതയില്ല. കാരണം നിന്നിലുള്ളതായ കാമക്രോധ മതലോഭങ്ങളായതായ ചിന്തകളൊക്കെ പ്രബലമായിട്ട് നിൽക്കുമ്പോൾ ഏത് സ്ഥലം മാറി ഏത് കാട്ടിൽ ചെന്നാലും നിന്റെ ഈ മനസ്സിലെ ആലോചനകൾ നിന്നെ ഈശ്വരനെ അറിയുന്നതിന് സഹായിക്കില്ല. അതുകൊണ്ട് എന്തു വേണം? ഈ കാമക്രോധ മതലോഭങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാൻ, കുറവാക്കാൻ എളുപ്പമായ മാർഗമാണ് ഗൃഹസ്ഥാശ്രമം. അതുകൊണ്ട് തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുത്ത് വിവാഹം കഴിച്ച് പുത്രന്മാരൊക്കെ വളർത്തി അപ്പോഴേക്കും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളതായ പക്വത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് തപസ്സിന് ചെന്നാൽ എന്തുണ്ടാവും? ആ തപസ് ശ്രദ്ധയോടുകൂടിയാവും. അല്ലാതെ വനം പ്രവേശിച്ചു, വനത്ത് പോയി കാട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ എപ്പോഴും എവിടെയാവും? നാട്ടിലാവും. ഇതപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നവാഹത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ശ്രദ്ധ എവിടെയാവും എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റിലെ കാര്യമാവും. ഇതിങ്ങനെ കറണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ആ കറണ്ട് അത് ശരിയാണ്, അത് ഓഫ് ചെയ്തിട്ടില്ല, ഇപ്പോൾ അത് ആ ഗ്രൈൻഡർ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കണം, അപ്പോൾ ആണ് ഓർമ്മ വരണത്. അത് അറിയെല്ലാം ചുറ്റുപാട് കൂടി അരയ്ക്കുമ്പോൾ അത് അവിടെ എത്തുമ്പോഴേക്കും. അതുകൊണ്ട് എന്തുണ്ടാവണം? ഇത് ഇങ്ങനെയുള്ള ആലോചനകൾ വരും. കാരണം നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സെവിടെ ഇരിക്കണം? നമ്മുടേതായ
താമസിക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് പ്രിയവ്രതനോട് പറഞ്ഞു, കാമക്രോധ മതലോകങ്ങളോടുകൂടിയുള്ള മനസ്സുമായിട്ട് ഈ കാട്ടിൽ വന്നിരുന്ന തപസ് എന്ന് പറഞ്ഞാൽ അതൊന്നും എന്താവില്ല, വേണ്ട രീതിയിലാവില്ല. അതുകൊണ്ട് ചെന്ന് രാജ്യഭാരം ഏറ്റെടുക്കൂ. ഗൃഹസ്ഥ ജീവിതമാണ് ഈ കാമക്രോധ മതലോകങ്ങളെയൊക്കെ വിജയിക്കാൻ എളുപ്പമായ മാർഗം. കാരണം തന്നിലുള്ളതായ കാമം, ക്രോധം, മതം, ലോകം, ഈ കുറവുകളൊക്കെ ഒരു ഗൃഹസ്ഥനായി ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് എന്തായിട്ട് തീരും? ധാരാളം പ്രകടമാവും. എന്ന് മാത്രമല്ല, ഒപ്പമുള്ള ആളുകൾ തുടർച്ചയായിട്ടത് ചൂണ്ടിക്കാണിച്ചു തരുകയും ചെയ്യും. അപ്പോൾ ഈ കുറവുകൾ മനസ്സിലാക്കാൻ എളുപ്പമായ മാർഗം ആരാന്ന് ചോദിച്ചാൽ ആരാ? ആ ഭാര്യയോ ഭർത്താവോ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ കുറവ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരാൻ പറ്റിയ ആളുകളാണ് ആര്? അതുകൊണ്ടാണ് പലപ്പോഴും അത് സഹനീയമല്ല ആളുകൾക്ക്. കാരണം അവനവൻ്റെ കുറവ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ആയാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എന്തുണ്ടാവും? അടിസ്ഥാനം അതാണ്. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരും തന്നെ അത്ര സൂക്ഷ്മമായിട്ട് പറഞ്ഞു തരാൻ ഉള്ള താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രിയവ്രതനോട് പറഞ്ഞു, ചെന്ന് അങ്ങനെയുള്ളതായ കുറവുകൾ, കാമക്രോധ മതലോകങ്ങളൊക്കെ തിരിച്ചറിയാൻ ഈ ഗൃഹസ്ഥ ജീവിതം അങ്ങേക്ക് ഉപകരിക്കും. എന്ന് മാത്രമല്ല, ദുർഗാശ്രിത ഊർജിതാല്. എങ്ങനെയാണ് ഒരു രാജാവ് ഒരു കോട്ടയ്ക്കകത്തിരുന്ന് യുദ്ധം ചെയ്യുന്നു? ഈ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ശത്രുക്കളെ രാജാവിനെക്കാട്ടിലും ശക്തനാണെങ്കിൽ രാജാവിന് കോട്ടയ്ക്കകത്തിരുന്നു കൊണ്ട് ശത്രുക്കളെ നേരിടാം. ഇതുപോലെയാണ് ഈ ഗൃഹസ്ഥ ജീവിതം ശത്രുക്കളായ കാമക്രോധ ലോകങ്ങളെ ജയിക്കാനുള്ളതായ ഒരു കോട്ടയാണ്. ആ രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ പ്രിയവ്രത വേണ്ട പക്വത വരും. അതിനുശേഷം ഈ പറഞ്ഞതായ കാട്ടിൽ ആശ്രമങ്ങളിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? മനസ്സ് ശാന്തമായി അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഈ മനസ്സ് ശാന്തമാവില്ല. ഈ രീതിയിൽ പറഞ്ഞ സമയത്ത് പ്രിയവ്രതൻ തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുത്തു. പിന്നീടാണ് അത്രേ സ്വയംഭൂവനും തപസ്സിനായിട്ട് പോയി എന്നാണ് ദേവീ ഭാഗവതത്തിൽ. ആ സ്വയംഭൂവന് തപസ് ചെയ്യുന്നത് ദേവിയെ ഉപാസിച്ചുകൊണ്ടാണ്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ അവിടെ മനോഹരമായിട്ട് ദേവിയുടെ ഒരു സ്തുതി, സ്വയംഭൂവിൻ്റെ സ്തുതിയുണ്ട് ദേവിയെ പറ്റിയിട്ട്. അങ്ങനെ സ്വയംഭൂവിന് ദേവിയെ ഉപാസിച്ച് ശക്തിയെ ഉപാസിച്ച് ആ ശക്തിയുടേതായ അനുഗ്രഹം കൊണ്ട് പിന്നീട് മുക്തിയെ പ്രാപിച്ചു എന്നാണ് ദേവീ ഭാഗവതം പറയുന്നത്. പ്രിയവ്രതനാണെങ്കിലോ രാജ്യഭാരമൊക്കെ ഏറ്റെടുത്തു. അതിനുശേഷം തൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിനായി ശ്രദ്ധ. രാജ്യത്തിലുള്ള ആളുകളൊക്കെ പകല് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അതുപോലെ രാത്രി കൂടി അവർ ജോലി ചെയ്താൽ വളരെ വേഗം ഈ രാജ്യത്തിന് വികാസമുണ്ടാവും എന്ന് കരുതി പ്രിയവ്രതൻ രാത്രിയെയും പകലാക്കാനായിക്കൊണ്ട് ഒരു പ്രത്യേക രഥം നിർമ്മിച്ചു. ആ രഥത്തിൻ്റെ പ്രത്യേകത സൂര്യനെ പോലെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പ്രിയവ്രതൻ ഈ രഥവുമായിട്ട് രാജ്യത്തിൽ സഞ്ചരിക്കും. അങ്ങനെ രാജ്യത്തിലൊക്കെ രാത്രികാലങ്ങളിലും എന്തുണ്ടായി? പ്രകാശമാനമായി. അതോടുകൂടി രാജ്യത്തിലെ ആളുകൾ എന്ത് ചെയ്തു? അവർ കരുതി പകല് ജോലി ചെയ്യുക, രാത്രി ഉറങ്ങുക, അങ്ങനെയായിരുന്നു മുമ്പ്. ഇപ്പം രാത്രി ഇല്ലാതെയായി. അതുകൊണ്ട് പകല് മുഴുവൻ ഉറങ്ങാം എന്ന് കരുതി. അതോടുകൂടി അവർക്ക് രാത്രിയും പകലും ഉറക്കായി. അപ്പോൾ ഭരണാധികാരി ചിന്തിച്ചതിന് നേരെ വിപരീതമായിരുന്നു. അങ്ങനെയാണ് ഈ പ്രിയവ്രതൻ്റെതായ ഈ രഥം, ഈ പ്രത്യേകമായി ഉണ്ടാക്കിയതായ ഈ തേര് സഞ്ചരിച്ച് ഭൂമിയിൽ വലുതായ ചാലുകളുണ്ടായി, ഗർത്തങ്ങൾ, അതിൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് അതൊക്കെ പിന്നീട് സമുദ്രങ്ങളായി. അങ്ങനെ 7 സമുദ്രങ്ങളായിട്ട് തീർന്നു, 7 വൻകരകളായിട്ട് തീർന്നു. അടിസ്ഥാനമായിട്ട് ഭൂമി ഒരു വൻകര മാത്രമായിരുന്നു. പിന്നീട് ഈ പ്രിയവ്രതൻ്റെ കാലഘട്ടത്തോടു കൂടിയാണ് ഇത് 7ആയിട്ട് വിഭജിക്കപ്പെട്ടത്. ഇപ്പം പ്രിയവ്രതനിൽ അത്രയും രജോഗുണമുണ്ടായിരുന്നു. അത്രയും രജോഗുണമുള്ള ഒരു വ്യക്തി കാട്ടിൽ ചെന്ന് തപസ്സിന് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല? അതിന് വിജയമുണ്ടാവില്ല. അതുകൊണ്ട് ആശ്രമാദാശ്രമം ഗച്ഛേത്. ഈ ദേവീ ഭാഗവതത്തിൽ അങ്ങനെ ആ പ്രിയവ്രതൻ്റെ ചരിത്രമെന്ന് എടുത്തു പറഞ്ഞു. കാരണം ദേവീ ഭാഗവതത്തിൻ്റെതായ രീതി, അതിൻ്റെ ആശയം അതാണ്. കാമദം മോക്ഷതം ചെയ്യുക എന്നാണ്. ആഗ്രഹങ്ങളെ സാധിച്ചുകൊണ്ട് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക. ഭോഗാപവർഗം എന്ന് പറയും. എക്സ്പീരിയൻസ് ആൻഡ് ഇമാനിസിപ്പേറ്റ്. നമുക്ക് അനുഭവങ്ങളെ പരിമിതി മനസ്സിലാക്കി അതിൽ നിന്ന് ഉയരാനായിട്ട് കഴിയണം. പഞ്ചസാര, മധുരം, അതിന് ഇത്രയൊക്കെ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് എന്ത് ചെയ്യണം? അതിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാനായിക്കൊണ്ടുള്ള കഴിവ് നേടുന്നതാണ് ഈ പറഞ്ഞതായ ഭോഗാപവർഗം. അല്ലാതെ
പഞ്ചസാരയൊക്കെ അല്ലേ എത്ര വേണമെങ്കിൽ കഴിക്കാം, ഇതിൽ ഇതൊക്കെ കഴിച്ചിട്ടാണ് ആൾക്കാർ മരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ മരിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ എന്തുണ്ടാവും? അതിൻ്റെ ഈ അടിമത്തത്തിലേക്ക് എത്തും. അപ്പോൾ ഈ ലോകത്തിലുള്ള വിഷയങ്ങളിൽ ഒന്നിനും അടിമപ്പെടാതെ ആ മനസ്സിന് ഈശ്വരനെ അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കാൻ എളുപ്പമായിട്ട് സാധിക്കും. അപ്പോൾ ദേവി ഉപാസനയുടെ എളുപ്പമായ ഒരു രീതി പറയാനാണ് അവിടെ പ്രിയവ്രതൻ്റെ കഥാഭാഗം പറഞ്ഞത്. അങ്ങനെയുള്ളതായ ഈ ഭൂമിയിൽ വ്യത്യസ്തമായ രീതിയിലുള്ളതായ ഉപാസനാ രീതികളുണ്ട് എന്ന് പറഞ്ഞു. ഇളാവൃതം എന്ന് പറഞ്ഞതായ ആ ഭൂമി എന്ന് വെച്ചാൽ ഭൂപ്രദേശവും അതാത് ഉപാസനാ രീതികളുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഓരോ ഭൂമിശാസ്ത്രത്തിനനുസരിച്ച രീതിയിലാണ് അതാത് സ്ഥലത്തെ ഉപാസനകൾ. അപ്പം അങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഇളാവൃതം എന്ന ഭൂപ്രദേശത്തായിക്കൊണ്ട് സംഘർഷണനെ മഹാദേവൻ പരമശിവൻ ഉപാസിക്കുന്നതായ ഒരു രീതിയാണ് എന്നത്. രീതി എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെ രീതി. മഹാദേവൻ്റെ ഉപാസനാ രീതി സന്യാസമാണ്. വിഷ്ണുവിനെ ഉപാസിക്കുന്ന രീതിയിൽ നിന്ന് അത് വ്യത്യസ്തമാണ് എന്നത്. വിഷ്ണുവിനെ ഉപാസിക്കുന്നതായ രീതിയിൽ നിന്ന് വ്യത്യാസമാണ് ഈ മഹാദേവനെ പരമശിവനെ ഉപാസിക്കുന്നത്. കാരണം വ്യക്തിത്വങ്ങളിലുള്ള വ്യത്യാസം. മനുഷ്യർ പൊതുവെ രണ്ട് തരത്തിൽ കാണാം. ഈ പറഞ്ഞതായിട്ടുള്ള ഇൻട്രോവർട്ട് എക്സ്ട്രോവർട്ട് എന്നൊക്കെ പറയും. ചിലവർക്ക് തന്നിൽ തന്നെ അന്തർമുഖന്മാർ എന്ന് പറയും. അന്തർമുഖന്മാർ എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ശ്രദ്ധിക്കാൻ കഴിവുള്ളവർ. പിന്നെ ഒരു കൂട്ടർക്ക് അത് സാധിക്കില്ല, ബഹിർമുഖന്മാർ. പുറം ലോകത്തിലാവും അവരുടെ ശ്രദ്ധ എപ്പോഴും. ജന്മനാ തന്നെ ഇങ്ങനെ ആളുകളെ കാണും. അപ്പോൾ ഈ അന്തർമുഖന്മാരായിട്ടുള്ള ആളുകൾക്കായിക്കൊണ്ട് ഉള്ളതായ ഉപാസനാ രീതിയാണ് മഹാദേവൻ്റെ. അത് വൈരാഗ്യത്തിൻ്റെ സന്യാസത്തിൻ്റെ രീതിയാണ്. ബഹിർമുഖന്മാരായിട്ടുള്ള ആളുകൾക്ക് എളുപ്പമായിട്ടുള്ള ഉപാസന വിഷ്ണുവിൻ്റെ ആണ്. അപ്പോൾ ഈ രണ്ട് തരം ഉപാസനകളുണ്ട്. അതിൽ ഇവിടെ സംഘർഷണൻ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ളതായ ആ സൂക്ഷ്മമായ ശക്തി. അതുകൊണ്ടാണ് സംഘർഷണനെ ഉപാസിക്കാൻ ആര് പരിശ്രമിച്ചു എന്ന് പറഞ്ഞത്. സംഘർഷണന്റെ ഉപാസന മഹാദേവൻ ഉപാസിച്ചു. മഹാവിഷ്ണുവാണെങ്കിലോ ഈ സംഘർഷണന്റെ ഉപാസനാ രീതിയല്ല. നമ്മളിൽ തന്നെയുള്ള സൂക്ഷ്മമായ ആ ഈശ്വരത്വത്തെയാണ് ഇവിടെ സംഘർഷണൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സാധാരണ നമ്മുടെ ഉപാസനകളൊക്കെ താല്പര്യങ്ങളൊക്കെ ആരിലെല്ലാം സൂക്ഷ്മമായ നമ്മളിലുള്ള വ്യക്തിത്വത്തിലല്ല. നമ്മുടെ പൊതുവെയുള്ള ശ്രദ്ധ പുറം ലോകത്തിലെ വിഷയങ്ങളിലൊക്കെയോ. നമ്മൾ നിത്യമായിട്ട് കണ്ട് പരിചയമുള്ള ഒരു അമ്മയാണ് എന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഇവിടെ വന്നാൽ എല്ലാവരും ഇതെന്താ ഇവരാരാ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം. എല്ലാം അറിയുന്ന കാര്യമൊക്കെയാണ്. എന്നാലും ശ്രദ്ധ ആരിൽ പോവും? ആ ചലനം ആ വ്യക്തിത്വത്തിലേക്ക് മാറും. കാരണം എന്താ? നമ്മുടെ കണ്ണുകളെ പ്രവർത്തിക്കുന്ന മനസ്സിന് നിയന്ത്രണമില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ആകർഷണ വികർഷണങ്ങളിലാണ് സാധാരണ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ നിത്യമായിട്ട് ജീവിച്ച് വരുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിയാൽ, പ്രത്യേകിച്ച് ഈ ശാസ്ത്രങ്ങളോ ഈശ്വരീയമായ കാര്യങ്ങളോ ഒന്നും അറിയാത്തതായ, അങ്ങനെ ഒരു രീതിയുണ്ട് എന്നറിയാത്ത ആളുകൾക്ക് പലപ്പോഴും പുറം ലോകത്തിലാണ് ശ്രദ്ധ. ആകർഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള വസ്തുക്കൾ, അനുഭവങ്ങൾ അതൊക്കെ നിലനിർത്താനുള്ള പരിശ്രമം. വികർഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതായ വസ്തുക്കളെ ഒഴിവാക്കാനുള്ള പ്രവർത്തനം. അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ എന്തെന്നെ ജോലി ചോദിച്ചാൽ എന്താ? ഇഷ്ടമുള്ളതൊക്കെ ഒന്നിച്ച് നിർത്തുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ സപ്താഹങ്ങൾക്കൊക്കെ വരുമ്പോൾ ആ അമ്മമാർ 2 ബാഗുമായിട്ട് വരും. കാരണം നടുവിൽ അമ്മയിരിക്ക് 2 ഭാഗത്ത് ബാഗ് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? ഇഷ്ടമുള്ള ആളടുത്തിരിക്കണം, എന്നാലേ ഈ എന്തുണ്ടാവുള്ളൂ, സപ്താഹം ശരിയാവുള്ളൂ. ഇനി ഇഷ്ടമുള്ള ആളില്ലെങ്കിലും ഇഷ്ടമല്ലാത്ത ആൾ വന്നിരിക്കണ്ട. അതിനുവേണ്ടിയാണ് ആര്? ചില സ്ഥലത്ത് ഈ ബാഗേ ഉള്ളൂ. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ വരുന്നുണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കും. ഇത് ആരും വരുന്നില്ല, ബാഗ് തന്നെ ഉള്ളൂ. 2 ബാഗും അമ്മ നടുവിൽ. അപ്പം ഇത് പ്രഭാഷണം പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ബാഗിൽ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. ഇതെന്താ ഇതിങ്ങനെ തീരെ 2 ബാഗ്? അപ്പം അതുകൊണ്ട് ഈ പ്രഭാഷണത്തിന് കുറച്ച് വിഷമമാണ് 2 ചാക്ക ബാഗൊക്കെ മുമ്പിൽ വെച്ചാൽ. അപ്പം അതുകൊണ്ട് പറയും, അതുകൊണ്ടാണിത് ശ്രദ്ധിക്കാം. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നിർത്തുമ്പോൾ ആ നടുവിലിരിക്കണ അമ്മയോട് ചോദിക്കും, എന്തിനാ അത് ഈ ബാഗൊക്കെ?
എനിക്ക് എൻ്റെ സുഹൃത്ത് വരാമെന്ന് പറഞ്ഞു, വന്നില്ല വെച്ചാൽ പിന്നെ വേറെ അല്ല, അത് വേറെ വല്ലവരും വന്നിരിക്കും, അത് വേണ്ട. അതാണ്. അപ്പോൾ വേറെ ഇഷ്ടമല്ലാത്ത ഒരാൾ അടുത്ത് വന്നിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് 2 ബാഗും ഇട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ഇഷ്ടമുള്ള ആ വ്യക്തികളെ വസ്തുക്കളെയൊക്കെ ഒപ്പം കൊണ്ട് നടക്കുക, അല്ലാത്തതിനെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ളൊരു പ്രയത്നമാണ് സാധാരണ മനുഷ്യൻ്റെ. രാവിലെ മുതൽ രാത്രി വരെ ശ്രദ്ധിച്ചാൽ അറിയും. എന്നിട്ട് ഇതിലൊക്കെ പൂർണ്ണമായിട്ട് വിജയിക്കുകയോ ചോദിച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. കുറേയൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും, ആളുകളും ഉണ്ടാവും, ഇപ്പം കൊണ്ട് നടക്കേണ്ടി വരും. എന്നാൽ ഇഷ്ടമുള്ളത് പലപ്പോഴും എന്തുണ്ടാവില്ല, അത് കൈവിട്ട് പോയിട്ടും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രയത്നം ഈ ആകർഷണ വികർഷണങ്ങളിലാണ് ശ്രദ്ധ. അല്ലെ, ഉച്ചയ്ക്കൊക്കെ ആഹാരം വിളമ്പുന്ന സമയത്ത്, അച്ചാറ് വിളമ്പുന്ന സമയത്ത് അതിൻ്റെ ആ രൗദ്രഭാവങ്ങൾ, ഇത് വേണ്ട വേണ്ട വേണ്ട, ഈ അധികം വിളമ്പി ഇത്ര വിളമ്പണ്ടിരുന്നില്ല എന്നൊക്കെ പറയും. പപ്പടം കണ്ടപ്പോൾ 2 കൂടി തരൂ. അപ്പം തന്നെ എന്തുണ്ട്, ആകർഷണവും വികർഷണവും ഈ മനസ്സിന്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ എളുപ്പമാവും. അല്ലെങ്കിൽ ഇപ്പോൾ സംഘർഷണം എന്ന് പറഞ്ഞാലൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഇഷ്ടവും അനിഷ്ടവും, ഇതാണ് നമ്മുടെ ജീവിതം. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം ശ്രദ്ധിച്ചാൽ തുടർച്ചയായിട്ട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളിലേക്ക് മാറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, ഈ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുടെയും പിന്നാലെ പോകുന്നതിന് പകരം ഇത് ആർക്കാണ് ഈ ഇഷ്ടം തോന്നുന്നത്, ആർക്കാണ് ഈ അനിഷ്ടം തോന്നുന്നത്, നമ്മളിൽ ആർക്കാണ് പപ്പടം 2 കൂടി ആയിക്കോട്ടെ എന്ന് പറയുന്നത്, നമ്മളിൽ ആരാണ് അച്ചാറ് വേണ്ട എന്ന് പറയുന്നത്, ഈ ഇഷ്ടവും അനിഷ്ടവും നമ്മളിൽ ആർക്കാണ്, അതിലേക്ക് ശ്രദ്ധിക്കുന്നതിനെയാണ് സംഘർഷണനെ ഉപാസിക്കാറുള്ളത്. നമ്മളിൽ അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്. ഒന്നും യാദൃച്ഛികമല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നും യാദൃച്ഛികമല്ല. അതൊക്കെ ഒരു പ്രത്യേക നമ്മുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് പ്രകൃതി തരുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ വസ്തുതകളൊക്കെ ജീവിതത്തിൽ എപ്പോഴും എന്തുണ്ടാവും, സംഭവിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇഷ്ടാനിഷ്ടങ്ങൾ ആർക്കാണ് എന്ന് തിരിച്ചറിയാൻ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്നിലേക്ക് സൂക്ഷ്മമായ തൻ്റെ ജീവനിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അങ്ങനെ ആ ജീവനിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന ആൾക്ക് ജീവന്റെ ഗതി തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് മനസ്സിലാവും, മരണമില്ല എന്ന തിരിച്ചറിവുണ്ടാവും. തൻ്റെ ജീവൻ ഇവിടെ തുടർച്ചയായിട്ട് നിലനിൽക്കുന്നു, സൂക്ഷ്മ ശരീരമായിട്ട്. ഈ കാണപ്പെടുന്ന, പുറത്ത് കാണപ്പെടുന്നതായ ഉപകരണമായ ഈ ശരീരം മാത്രമേ ഇടയ്ക്കിടയ്ക്ക് മാറിയുണ്ടാവുന്നുള്ളൂ. ഇപ്പോഴുള്ളത് പോയി പുതുതായിട്ടൊന്ന് വരുന്നു. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ അതിനാണ് എന്ത് പറയുക, സംഘർഷണനെ ഉപാസിക്കുക. അപ്പോൾ ആ സംഘർഷണനെ ഉപാസിക്കാനായിക്കൊണ്ട് ഭജേ ഭജന്യാരണ പാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരമ്പരായണം ഭക്തേശ്വലംഭാവിത ഭൂതപാവനം ഭവാപഹം ത്വാം ഭവഭാവമീശ്വരം എന്നൊക്കെയാണ് അതിലുള്ള ശ്ലോകം. അപ്പം അതുകൊണ്ട് ഈ നമ്മളിലേക്ക് സൂക്ഷ്മമായ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധിക്കുന്ന ഉപാസനയാണ് മഹാദേവന്റെ പരമശിവന്റേതായ ഉപാസന. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഉപാസനാ രീതികൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു. പിന്നീടാണ് കിം പുരുഷം എന്നതായ ഭൂപ്രദേശങ്ങളിലായിക്കൊണ്ട്, വരുഷത്തിൽ ആയിക്കൊണ്ട് കിംപുരുഷ വരുഷം എന്നാണ് പറയുന്നത്. അവിടെ ഉള്ള ഉപാസനാ രീതി ഈ പറഞ്ഞ രീതിയല്ല, സന്യാസത്തിൻ്റെ രീതിയല്ല. അവിടെ ശ്രീരാമസ്വാമിയെ ഹനുമാൻ ഉപാസിക്കുന്ന രീതിയാണ് എന്നത്. ശ്രീരാമസ്വാമിയും ഹനുമാനും തമ്മിലുള്ളതായ അല്ലേ, മർത്യാവതാരസ്തിഹമർത്യശിക്ഷണം രക്ഷോവധായേവ ന കേവലം വിഭു എന്നാണ്. ശ്രീരാമൻ മനുഷ്യനായിട്ട് അവതരിച്ചത് മനുഷ്യരെ ഈശ്വരനെ എങ്ങനെ ഉപാസിച്ച് ജീവിക്കാം എന്ന് പഠിപ്പിക്കാനായിക്കൊണ്ടാണ് എന്ന് ഹനുമാൻ സ്വാമിയാണ് പറയുന്നത്. ഇപ്പോൾ ഹനുമാൻ സ്വാമിയുടേതായ ശ്രീരാമനെ ഉപാസിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഈ പരാർത്ഥമായിട്ടുള്ളതായ ഭക്തി, തൻ്റേതായ ഒരു വ്യക്തിത്വത്തിനൊരു പ്രാധാന്യവുമില്ലാതെ ശ്രീരാമൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായ, ശ്രീരാമന് വേണ്ടി സമർപ്പിച്ചതായ ഒരു ജീവിതം. അങ്ങനെയാവുമ്പോഴും എന്തുണ്ടാവും, ഈ പറഞ്ഞതായ അഹങ്കാരത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഇഷ്ടം അനിഷ്ടം എന്നുള്ള ഭാവത്തിൽ നിന്ന് മാറും. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ അഹങ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മഹാദേവന്റെ ഉപാസനാ രീതി സന്യാസം അത് എല്ലാവർക്കും സാധ്യമല്ലെങ്കിലോ ഹനുമൻ സ്വാമി ശ്രീരാമനെ ആശ്രയിച്ചതുപോലെ ശ്രീരാമന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആര് ജീവിച്ചത്, ഹനുമൻ സ്വാമി ജീവിച്ചത്. അപ്പോൾ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി നിർത്തി താൻ ഉപാസിക്കുന്ന ദേവതയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും,
അപ്പോഴും കുറേയൊക്കെ നമ്മുടേതായ വ്യക്തിത്വത്തിൽ നിയന്ത്രണമുണ്ടാവും. ഉള്ളിയൊക്കെ വളരെ ഇഷ്ടമാണ്, ഉള്ളി ഇല്ലാതെ ഒരാഹാരവും ശരിയല്ല, അങ്ങനെയാണ് ആ അമ്മയ്ക്ക്. പക്ഷേ ഉപാസിക്കുന്നത് ആരെയാണ് ചോദിച്ചാൽ ഉപാസിക്കുന്നത് അയ്യപ്പസ്വാമിയാണ്. അപ്പം അയ്യപ്പസ്വാമിക്ക് എന്ത് നേദിക്കാറില്ല? ആ ഉള്ളിയില്ല. എന്നാ ഞാനും വേണ്ട വെച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഉള്ളിയുടെ തിന്നുന്നതിൻ്റെ മുകളിൽ അവർക്ക് എന്തുണ്ടാവും? വലുതായ നിയന്ത്രണം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം, ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ തന്നെ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് അയ്യപ്പസ്വാമി ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞാൽ ഉപാസിക്കാൻ പോണ ആള് അതെന്ത് വേണം? അപ്പം പറഞ്ഞ വസ്തുത ഇതിൽ തലങ്ങളുണ്ട്. ഞാനിവിടെ ഉള്ളിയുടെ കാര്യം പറഞ്ഞു, അതൊക്കെ കുഴപ്പമില്ല എന്ന് പറയും. ഒന്നും കൂടി കഠിനമായിട്ടുള്ള കാര്യം പറയുമ്പോൾ, അതായത് നമ്മുടേതായ ഉപാസനാമൂർത്തിക്ക് എന്താണോ ഇഷ്ടം, താല്പര്യം, അതേ താല്പര്യം, അതേ ഇഷ്ടം, തൻ്റേതായ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ചെയ്യാൻ പറ്റുന്നതായ ആ ഒരു ഉപാസനാ രീതി. അതുകൊണ്ട് എന്തുണ്ടാവും? അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ നിയന്ത്രണം ഉണ്ടാവും. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ മുകളിലൊക്കെ നമുക്ക് എന്തെന്നില്ലാത്ത നിയന്ത്രണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഉപാസനാ രീതി പറഞ്ഞു. പിന്നെ ഹരിവൃഷം എന്നതായ പ്രത്യേക സ്ഥലത്ത് നൃസിംഹമൂർത്തിയെ പ്രഹ്ലാദൻ ഉപാസിക്കുന്ന രീതിയാണ് എന്ന് പറയും. അനന്യഭക്തി എന്ന് പറയും. ആ നൃസിംഹമൂർത്തി അല്ലാതെ വേറെ ഒരു രക്ഷയില്ല, അന്യമായിട്ട് വേറെ ഒന്നില്ല എന്നുള്ള രീതിയിൽ ആശ്രയിക്കാനായിക്കൊണ്ടുള്ളതായ ഭക്തി. ഹരിർഹ്യ സാക്ഷാൽ ഭഗവാൻ ശരീരിണ ജഷാം ഇവ തോയമീപ്സിതം എന്നൊക്കെ അവിടെ പറഞ്ഞു. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ നമുക്ക് മത്സ്യത്തിന് വെള്ളം പോലെയാണ് എന്നൊരു ഉപമ ഉദാഹരണം പറഞ്ഞു. പലപ്പോഴും ഈ ആശയങ്ങളെ എളുപ്പം മനസ്സിലാക്കാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു. അല്ലേ, മത്സ്യത്തിന് വെള്ളം പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളമില്ലാതെ എന്തിനു വയ്യ? മത്സ്യത്തിന് ജീവിക്കാൻ കഴിയും. പക്ഷേ മത്സ്യത്തിന് ആ ബോധമുണ്ടോ? മത്സ്യത്തിന് അത് തിരിച്ചറിവുണ്ടോ ചോദിച്ചാൽ നമ്മളാണ് പറയുന്നത് മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മത്സ്യത്തിന് ആ ബോധമുണ്ടോ? ആ തരത്തിലുള്ളൊരു ബോധത്തിൻ്റെ തലം മത്സ്യങ്ങൾക്കില്ല. ഇല്ലേ, ഒരു കുഞ്ഞു മത്സ്യം ഒരിക്കൽ ഈ സംശയമുണ്ടായി കുഞ്ഞു മത്സ്യത്തിന് എന്നാണ് എന്താണ് വെള്ളം എന്ന്. അത് ചെന്ന് അമ്മ മത്സ്യത്തോട് ചോദിച്ചു, അമ്മേ എന്താണ് ഈ ജലം അല്ലെങ്കിൽ വെള്ളം എന്നൊക്കെ പറഞ്ഞു. അമ്മ മത്സ്യം പറഞ്ഞു, അതിനല്ലേ അച്ഛൻ മത്സ്യം അവിടെ ഇരിക്കണം. ആ അച്ഛൻ മത്സ്യത്തിനോട് ചോദിക്കും, ഇവിടെ തിരക്കിട്ട ഓരോ പണിയൊക്കെ ഉണ്ട്, ഇതൊക്കെ അച്ഛന്മാർ പറഞ്ഞു തരേണ്ടതാണ്. അങ്ങനെ കുഞ്ഞു മത്സ്യം അച്ഛൻ മത്സ്യത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. അമ്മ മത്സ്യം പറഞ്ഞു തന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്, എന്താണ് അച്ഛൻ മത്സ്യമേ ഈ ജലം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ തണ്ണി അല്ലെങ്കിൽ പിന്നെ പാനി? ഇതൊക്കെ ഓരോന്നായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ചാണ്. പക്ഷേ ഈ ഭാഗവതമൊക്കെ പഠിപ്പിക്കുന്ന രീതിയാകുമ്പോൾ അങ്ങനെ പോലെ 5 തന്നെ പഠിപ്പിക്കണം. പാനിക്കാഹെ എന്ന് ചോദിച്ചാൽ അതെന്താ പറഞ്ഞു കൊടുക്കണം. വാട്ട് ഈസ് വാട്ടർ, തണ്ണി എണ്ണ, അങ്ങനെ ഓരോന്നും ചോദിക്കും. അപ്പം അതാത് ഭാഷയിൽ തന്നെ അത് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ഇത് 5 ഒന്നാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇവിടെ അച്ഛൻ മത്സ്യം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇതിനല്ലേ നീ സ്കൂളിൽ പോകണം. ടീച്ചർ മത്സ്യത്തിനോട് ചോദിക്കുക. ആ ടീച്ചർ മത്സ്യമാണ് ഈ വിവരങ്ങൾ അറിവൊക്കെ പറഞ്ഞു തരേണ്ടത്, അച്ഛനും അമ്മയല്ല. അങ്ങനെ കുഞ്ഞു മത്സ്യം ടീച്ചർ മത്സ്യത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് വെള്ളം ടീച്ചർ മത്സ്യമേ? ടീച്ചർ മത്സ്യം പറഞ്ഞു, ഇവിടുത്തെ സിലബസിൽ തന്നെ പഠിപ്പിച്ച് തീരുന്നില്ല, എന്നിട്ട് വേണ്ട ഔട്ട് ഓഫ് സിലബസ്. അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ പഠിക്കണമെങ്കിൽ അത് വേറെ സമയം വേണം, അതിപ്പോൾ പറ്റില്ല. അങ്ങനെ ഈ കുഞ്ഞു മത്സ്യത്തിനാകെ വിഷമമായി. ആരും പറഞ്ഞു തരുന്നില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, അത് പറയണമില്ല. ഇവർക്കൊക്കെ അറിയണ പോലെയാണ്. എന്ത് അച്ഛൻ മത്സ്യവും അമ്മ മത്സ്യവും ടീച്ചർ മത്സ്യം ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞത് എന്താ? ആ ഓരോ തിരക്കായതുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പം ഈ കുഞ്ഞു മത്സ്യത്തിന് ഇവർക്കൊക്കെ അറിയും, പക്ഷെ പറഞ്ഞു തരണില്ല. അതാ ഇത് അറിയില്ല എന്ന് എല്ലാവരും പറഞ്ഞാൽ എന്നാൽ എനിക്കും അറിയണ്ടെന്ന് പറഞ്ഞ് വിടാം, അതല്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു മത്സ്യമാകെ വിഷമിച്ചു. ആ സമയത്താണ് ഒരു മുക്കുവൻ വലയിട്ടു. ഈ കുഞ്ഞു മത്സ്യം ആ വലയിൽപ്പെട്ടു. മുക്കുവൻ വല വലിച്ച് ജലത്തിന് മുകളിലെത്തിയപ്പോൾ ഈ കുഞ്ഞു മത്സ്യത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. കാരണം എന്തുകൊണ്ടാണ്? ജലമില്ലാതെ. മുക്കുവൻ ആ മത്സ്യങ്ങളെയൊക്കെ തൻ്റെ കൂടയിലേക്ക് എടുത്തിടാൻ നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞു മത്സ്യം ഈ മുക്കുവൻ്റെ കയ്യിൽ കടന്ന് ഒന്ന് ജീവൻ മരണ പെടയിൽ പടഞ്ഞു. അതോടുകൂടി കുഞ്ഞു മത്സ്യം കയ്യിൽ നിന്ന് തിരിച്ചു. ഈ മുക്കുവൻ്റെ എവിടെ വീണു? ആ വെള്ളത്തിൽ തന്നെ വീണു. അതോടുകൂടി കുഞ്ഞു മത്സ്യത്തിൻ്റെ സംശയം തീർന്നു. എന്ത് സംശയം? എന്താണ് വെള്ളം? ഇതുപോലെയാണ് ഈശ്വരൻ എന്താണ്
എന്നുള്ളതായ വസ്തുത. ആ ഈശ്വരൻ ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. അതുകൊണ്ടാണ് ഇവിടെ നൃസിംഹമൂർത്തിയെ പ്രഹ്ലാദൻ ഭരിച്ചു എന്ന്. ഈശ്വരന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ജീവിതം തന്നെ സാധ്യമല്ല. പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിക്കണു, അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന് പറയണു. നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈശ്വരനെ അറിയുന്നില്ല എന്നാണ് അവർ. ഈശ്വരനില്ല എന്നല്ല, ഈശ്വരനെ എന്തില്ല, ഈശ്വരനെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ഏതുപോലെ എന്നൊക്കെ വെച്ചാൽ നമ്മളിതാ ഇന്നിപ്പോൾ തുളസി പൂജയൊക്കെ ഉണ്ട്. തുളസി പൂജയ്ക്കൊക്കെ നമ്മൾ തുളസിയുടെ ഒപ്പം എന്തുകൂടി പൂജിക്കും? നെല്ലി. ദേവിയുടേതായ ഒരു പ്രധാന മരമാണ് ഈ നെല്ലിമരം, നെല്ലിക്ക. അത് എന്തോ വട്ടെ പൂർവികന്മാർ ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇത് മഹത്തായ ഒരു കായയാണ് ഈ നെല്ലി വൃക്ഷവും നെല്ലി മരവും അതിലുണ്ടാവുന്നതായ ഫലവും ഒക്കെ ഇന്ന് എത്രയോ മുമ്പ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവരിതിനെ പൂജിക്കുന്ന ഒരു രീതി തയ്യാറാക്കി. കാരണം ഇത് എന്നും നിലനിൽക്കട്ടെ, ആരും എന്ത് ചെയ്യരുത്, ആരും വെട്ടിക്കളയരുത്. നെല്ലി വൃക്ഷം വെട്ടിക്കഴിഞ്ഞാൽ ആയുസ് കമ്മിയാവും എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലെങ്കിലും അത് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പൂർവികന്മാർ. അപ്പം അങ്ങനെയുള്ളതായ നെല്ലിക്ക, ആ നെല്ലിക്ക കടിച്ച് അത് പച്ചവെള്ളം കുടിച്ചാൽ എന്തുണ്ടാവും? ആ മധുരം ഉണ്ടാവും. അപ്പം ഈ മധുരം ഇവിടുന്ന് വരുന്നതാ. അവിടെ 3 വസ്തുക്കളുണ്ട്. നെല്ലിക്കയുണ്ട്, വെള്ളമുണ്ട്, പിന്നെന്തുണ്ട്, നമ്മുടെ വായുണ്ട്. അപ്പം ഇത് 3 ഉണ്ട്. ഈ 3-ൽ ഏതെന്ന് വരുന്നതാണ് ഈ മധുരം എന്നാണ് ചോദ്യം. പൊതുവെ ആളുകൾ നെല്ലിക്ക എന്ന് പറയും. നെല്ലിക്കയിലല്ല, വെള്ളത്തിൽ നിന്നുള്ളതാണ്. വെള്ളം മധുരമുള്ളതാണ്. പക്ഷെ സാധാരണ നിലയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ തോന്നുമോ? തോന്നാറില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ, നമ്മൾ ഈ ബോംബെയിലോ ഉത്തരേന്ത്യയിലൊക്കെ ഇവിടുത്തുള്ള ആളുകളുടെ വീടുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് കയറി ചെന്നാൽ അവർ ഉടനെ ഒരു വലിയ പാത്രം നിറച്ച് എന്തുകൊണ്ട് തരും? ചായ, പച്ചവെള്ളം. ഈ പച്ചവെള്ളം കണ്ടാൽ തന്നെ മലയാളിക്ക് തീരെ പറ്റില്ല. ചുരുങ്ങിയതൊരു ചായയോ കാപ്പിയോ കിട്ടാതെ ഒരു വീട്ടിൽ വരുമ്പോൾ പച്ചവെള്ളം കൂടി തന്നില്ല എന്നൊക്കെയാണ് പറയുക. എന്ന് വെച്ചാൽ അത്രയും മോശമാണ് അത്. അപ്പോഴാണ് ഈ മലയാളി ആ പച്ചവെള്ളം നോക്കിയിരിക്കും, അത് കുടിക്കില്ല. അപ്പോൾ ആ ഉത്തരേന്ത്യക്കാരും വീണ്ടും ഓർമ്മപ്പെടുത്തും, എന്ത്, മിഠാപാനി പിയോ എന്നാ പറയും. കാരണം അവർ പറയുന്നു എന്ത്, അപ്പോൾ ആ വെള്ളത്തിന് മാധുര്യമുള്ളതാണ്. പക്ഷെ സാധാരണ നിലയ്ക്ക് നമുക്ക് ഈ വെള്ളത്തിന്റെ മാധുര്യം അറിയാറില്ല എന്ന് പറഞ്ഞ് വെള്ളം മധുരിക്കാത്തതാണെന്ന് പറയരുത്. നമുക്ക് പറയാൻ പറ്റും, എന്ത്, വെള്ളം മധുരിക്കണതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വെള്ളം മാധുര്യമുള്ളതാണ്, പക്ഷെ സാധാരണ നിലയ്ക്ക് നമുക്ക് അറിയാൻ വയ്യ. ഇതുപോലെ ഈശ്വരൻ ഇവിടെ ഏത് കാലത്തും എന്നും നിലനിൽക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് എന്തില്ല, അതിനെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറയാം. അല്ലാണ്ട് അതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ വെള്ളത്തിൽ മത്സ്യത്തിന് എങ്ങനെയാണോ വെള്ളം, അതുപോലെയാണ് ഈശ്വരന്റെ സാന്നിധ്യം ഇല്ലാതെ ഇവിടെ എന്ത് ചെയ്യുകയ്യ, ഒരു ജീവിയിലും പ്രവർത്തനശേഷി ഉണ്ടാവില്ല. ഓരോ ജീവിയിലും പ്രവർത്തനശേഷിയായിട്ട് നിൽക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഹിരൺമയം എന്നുള്ളതായ സ്ഥലത്തായക്കൊണ്ട് അര്യമാവ് എന്ന് പറഞ്ഞതായ ദേവൻ കൂർമ്മമൂർത്തിയെ സ്തുതിക്കണം എന്ന് പറഞ്ഞു. കൂർമ്മസ്വരൂപിയായിട്ടുള്ളതായ ദേവൻ. ഈ കൂർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ആവശ്യമില്ലാത്ത സമയത്ത് അതിൻ്റെ കൈകാലുകൾ, തലയൊക്കെ അത് ഉള്ളിലേക്ക് വലിച്ച് ഇരിക്കണം. ഇതുപോലെ കൂർമ്മനാഡിയാം സ്ഥൈര്യം എന്നൊക്കെയാണ് സൂത്രം. കൂർമ്മനാഡി എന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ ആ വ്യക്തിക്ക് സ്ഥിരതയുണ്ടാവും. കൂർമ്മം സ്ഥിരതയുടെ പ്രതീകമാണ്. ഇത് കൈകാലുകളൊക്കെ അകത്തേക്ക് വലിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിൻ്റെ സ്ഥൈര്യം, ദ സ്റ്റഡിനെസ് ഓഫ് ദ മൈൻഡ്, അതാണ് ഈ കൂർമ്മമൂർത്തിയുടെ മഹത്വം. ആ കൂർമ്മമൂർത്തിയുടേതായ രീതി, അതിൻ്റെ പ്രവർത്തന ശൈലി ആ രീതിക്കാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ അര്യമാവ് ഉപാസിക്കുന്ന രീതി കൂർമ്മമൂർത്തിയെയാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ, അതൊരു പ്രത്യേക രീതിയിലുള്ളതായ ഉപാസനയാണ്. മനസ്സിൻ്റെ സ്ഥിരത. പല ഉപാസനാ രീതികളുമുണ്ട്. അതിൽ ഈ മനസ്സിൻ്റെ സ്ഥിരതയുടെ ഉപാസനാ രീതിയാണ് പൊതുവെ ഇത് പറയുക, ആ യോഗം. യോഗ ചിത്തവൃത്തി നിരോധ തദ്ദൃഷ്ടു സ്വരൂപേ അവസ്ഥാന എന്നൊക്കെ ഇതിൽ ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ യോഗത്തിൻ്റെതായ രീതി എന്താണെന്ന് ചോദിച്ചാൽ, യോഗത്തിൻ്റെതായ രീതി ആദ്യം പറഞ്ഞ വസ്തുതയൊന്നുമല്ല. എന്തുകൊണ്ട്? മനസ്സിൻ്റെ സ്ഥിരത, ദ സ്റ്റഡിനെസ് ഓഫ് ദ മൈൻഡ്. അതുകൊണ്ട് അതിൽ പല വിധത്തിലുള്ളതായ സാധനകൾ, ഉപാസനകളിൽ കൂടിയ മനസ്സിനെ ഒരു സ്ഥലത്ത് തന്നെ നിർത്താനായിക്കൊണ്ട്, കേന്ദ്രീകരിച്ച് നിർത്താനായിക്കൊണ്ടുള്ളതായ ശ്രമം. ആ കേന്ദ്രീകരിച്ച് മനസ്സ് ഒന്നിൽ നിൽക്കാത്തതിന് കാരണം
പല വിധത്തിലുള്ളതായ വൃത്തികൾ, പല വിധത്തിലുള്ള ആലോചനകൾ, അതിനനുസരിച്ച പ്രവൃത്തികൾ. അപ്പോൾ അവയെയൊക്കെ മാറ്റി നിർത്താനായിക്കൊണ്ട് വൃത്തിസാരൂപ്യം ഇതരത്ര എന്ന് പറയും. ഈ പറഞ്ഞ രീതിയിൽ മനസ്സിനെ ശാന്തമാക്കി ഒന്നിൽ നിർത്തിയില്ലെങ്കിലോ അത് മനസ്സിൽ വരണ പല ആലോചനകളുടെ ആയിട്ട് താതാത്മ്യം പ്രാപിച്ച് ഗെറ്റ് ഐഡൻറ്റിഫൈഡ്, എന്നിട്ട് പല പ്രവൃത്തികളും പല ജോലികളും ആയിട്ട് എന്ത് ചെയ്യും, ആ വിഷമിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു പോകും ജീവിതം. ഓരോ സമയത്ത് ഓരോ ആലോചനകൾ വരും. അത് നമ്മുടേതായി ഉണ്ടാവാം, അല്ലെങ്കിൽ പുറം ലോകത്തുനിന്ന് വന്നതാവാം. ഇല്ലേ? അപ്പോൾ അതോടുകൂടി എന്തായിട്ട് തീരണം? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ദേവിയുടെ കഥകളൊക്കെ കേട്ട് 6-7 ദിവസമായിട്ട് മനസ്സൊക്കെ ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ തൊഴാൻ വന്ന ഒരമ്മ വളരെ വ്യത്യസ്തമായി ഡിസൈനുള്ള ഒരു പ്രത്യേക സാരിയായിട്ട് വന്നത്. അതോടുകൂടി ഈ സാരികളോട് താല്പര്യമുള്ള അമ്മമാരുടെ മനസ്സ് ഉടനെ അത് എന്തുണ്ടാവും, ശ്രദ്ധ അതിൽ പോവും. പിന്നെ ആ മനസ്സിൻ്റെ ശ്രദ്ധ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ അവർ എവിടുന്ന് കിട്ടിയതാവും, ഏത് സ്ഥലത്തുനിന്നാവും. പരിചയമില്ലെങ്കിലും ആ അമ്മയെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ നിർത്തുമ്പോൾ എല്ലാവരും കൂടി വളഞ്ഞ് ചോദിച്ച് അവസാനം മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ നിന്ന് ഇന്ന സ്ഥലത്തുനിന്ന് വന്നതാണ്. അവർ പറഞ്ഞു ചന്ദ്രനിൽ എന്തോ നെയ്തതാണത്. എന്നാ പിന്നെ മനസ്സിന്റെ ശാന്തി തീരെ പോയി. കാരണം ആ വസ്തു തനിക്ക് കിട്ടുന്നത് വരെ എന്തുണ്ട്, മനസ്സിന് ശാന്തിയില്ല. ഇപ്പൊ പറഞ്ഞ വസ്തുത വെറുതെ ഇരിക്കുകയായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കാണ് ഒരു സാരി കാണുമ്പോഴേക്കും എന്തുണ്ടായി, മനസ്സിന്റെ ശാന്തത പോയി, ആഗ്രഹങ്ങൾ. അപ്പൊ ഈ വൃത്തി എന്ന് പറഞ്ഞാൽ ഇത്ര സൂക്ഷ്മമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മനസ്സ് പറഞ്ഞതായ പല കാര്യങ്ങളും ചിന്തകളും ആയിട്ട് അതൊക്കെ നേടാനും അത് ചിലതൊക്കെ ഒഴിവാക്കാനും ഒക്കെ ആയിക്കൊണ്ട് സമയം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കുന്നതായ രീതിയിൽ അതിനാണ് അര്യമാവ് കൂർമ്മമൂർത്തി എന്ന് വെച്ചാൽ ഈ കാണുക, കേൾക്കുക, തൊടുക, രുചിക്കുക, അതിൻ്റെ പിന്നാലെ ആലോചനയായിട്ട് മനസ്സ് പോകാതിരിക്കാനായിക്കൊണ്ടുള്ള ഒരു രീതി. അതാണ് ഇവിടെ ചിത്തവൃത്തി നിരോധം. അങ്ങനെയാണ് കൂർമ്മമൂർത്തിയുടേതായ ഉപാസന. ക്ഷേത്രത്തിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആമവിളക്കൊക്കെ കാണും. ഉദ്ദേശം എന്താ? ഭഗവാനെ ഭഗവതിയൊക്കെ തൊഴാൻ പോകുന്നതിന് മുമ്പ് എന്ത് വേണം? നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റിയെടുക്കണം. കാണുക, കേൾക്കുക, തൊടുക, രുചിക്കുക മുതലായ വസ്തുക്കളിൽ നിന്നൊക്കെ മനസ്സിനെ മാറ്റിയാലേ അവിടെ ആ ക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ളതായ ആ ദേവന്റെ ദേവിയുടേതായ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പുറം ലോകത്തിലേക്ക് വികടീകരിച്ച് പോവും. ഈ രീതിക്ക് പല 9 വരുഷങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. 9 തരത്തിലുള്ളതായ വരുഷങ്ങളുണ്ട്, 9 തരത്തിലുള്ളതായ ഉപാസനാ രീതികളുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. പിന്നീട് ദേവിക്കായിക്കൊണ്ടുള്ളതായ പ്രത്യേകമായ ചില ഉപാസന വഴിപാടുകൾ, ദേവിക്കായിട്ട് സമർപ്പിക്കേണ്ടതായ നിവേദ്യങ്ങൾ, ഇതൊക്കെ പറ്റി വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ചിലത് മാത്രം നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വേണ്ട ആളുകൾ ഈ പറഞ്ഞതായ ദേവി ഉപാസന എന്ന് പറഞ്ഞുകൊണ്ട് 7ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്തിൽ കുറേ വസ്തുതകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ നാളിൽ പറഞ്ഞ ആളുകൾ ഇന്ന രീതിക്കുള്ള വസ്തുക്കൾ ദേവിക്ക് സമർപ്പിക്കണം എന്ന് പറയുന്നതൊരു ഭാഗമുണ്ട്. ദേവിയുടെ പൂജാവിധി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇല്ലേ ഓരോ നക്ഷത്രത്തിലും പെട്ടവർ. അപ്പം ഞാനിതിപ്പോൾ 27 നക്ഷത്രത്തിൻ്റെ ഇവിടെ പറയും. അത് നിങ്ങൾ ഓരോ നക്ഷത്രമായിട്ട് എഴുതാൻ വേണ്ട, നിങ്ങൾ ഒരു നക്ഷത്രം മാത്രം നോക്കി നിന്നാൽ മതി. ഇത് വേണമെങ്കില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, എവിടെ എത്തിയില്ല. ഇനി 2 3 ഒക്കെ വേണമെങ്കിൽ പിടിച്ചു വെച്ചോളൂ. എങ്കിലും പൊതുവെ ഇത് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുടെ പുസ്തകത്തിലുള്ളതാണ്. ഞാനിതൊന്നും ഇവിടെ വായിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് 27 നക്ഷത്രമാണ്. അതിൽ അശ്വതി എന്നുള്ള നക്ഷത്രക്കാർ ദേവിക്ക് ചെയ്യേണ്ടതായ നൈവേദ്യം നെയ്യാണ്. ഭരണി എന്ന നക്ഷത്രക്കാർ എള്ള് സമർപ്പിക്കണം. കാർത്തിക നക്ഷത്രക്കാർ ശർക്കര സമർപ്പിക്കണം. രോഹിണി നക്ഷത്രക്കാർ തൈര്, മകീരം പാല്, തിരുവാതിര പാൽപ്പാട, പുണർദം മോര്, പൂയം മോദകം, ആയില്യം റവ കൊണ്ടുള്ള പായസം, മകം ശർക്കരപ്പാവ് കൊണ്ടുള്ളതായ പായസം, പൂരം ഗോതമ്പ് കൊണ്ടുള്ളതായ പായസം, ഉത്രം നക്ഷത്രക്കാർ വത്സൻ എന്നല്ലേ പറയാറില്ല, അത്തം നക്ഷത്രക്കാർ അലുവ, ചിത്തിര നക്ഷത്രക്കാർ വട, ചോതി നക്ഷത്രക്കാർ ഈത്തപ്പഴം, വിശാഖം നക്ഷത്രക്കാർ ഈ ചൂർണം പൂരണം എന്ന് പറയും, അനിഴം നക്ഷത്രക്കാർ തേന്, തൃക്കേട്ട നക്ഷത്രക്കാർ ചേന, മൂലം നക്ഷത്രക്കാർ ശർക്കര, പൂരാടം നക്ഷത്രക്കാർ മുന്തിരി,
ഉത്രാട നക്ഷത്രക്കാർ കാരയ്ക്ക, തിരുവോണ നക്ഷത്രക്കാർ ചാരകം, അവിട്ട നക്ഷത്രക്കാർ അപ്പം, ചതയ നക്ഷത്രക്കാർ വെണ്ണ, പൂരോരട്ടാതി നക്ഷത്രക്കാർ പയറ്, ഉത്രട്ടാതി മോദകം, രേവതി മാതളയ്ക്ക. ഇങ്ങനെയാണ് 27 എണ്ണം. ഇനി അത് ഓരോന്നായിട്ട് എന്നോട് ചോദിക്കാൻ വരണ്ട, ഞാനിവിടെ എൻ്റെ നക്ഷത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇനി ഉച്ചയ്ക്ക് ഊട് കഴിക്കാൻ നിർത്തിയാൽ പിന്നെ അത് 1 മണിക്കൂർ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. ഒരു 100 റുപ്യ തന്നാൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞ വസ്തുത. ഇങ്ങനെ ദേവിക്കായിട്ട് ഇന്ന നക്ഷത്രക്കാർ ഇന്നത് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദേവിക്ക് പ്രീതിക്കായിക്കൊണ്ട് ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം ഉണ്ടെന്ന്. അതിലായത് ഞായറാഴ്ചയാണെങ്കിൽ ദേവിക്ക് പായസ നിവേദ്യം, തിങ്കളാഴ്ച ദേവിക്ക് പാല് നിവേദ്യം, ചൊവ്വാഴ്ച കദളിപ്പഴം, ബുധനാഴ്ച വെണ്ണ, വ്യാഴാഴ്ച ശർക്കര, വെള്ളിയാഴ്ച പഞ്ചസാര, ശനിയാഴ്ച പശുവിൻ്റെ നെയ്യ്. ഇങ്ങനെയാണ് ദേവിക്കുള്ളതായ നിവേദ്യങ്ങൾ എന്നത്. ഇനിയും കുറേ വിശദമായിട്ടുള്ള വസ്തുതകൾ അതിലേക്കുണ്ട്, നമ്മളതിലേക്ക് പോകുന്നില്ല. തിഥി പ്രകാരം പ്രഥമ, ദ്വിതീയ, തൃതീയ അങ്ങനെയൊക്കെയുള്ളതായ രീതി പറയുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നീടാണ് ദേവി ഭാഗവതത്തിലെ 9ാമത്തെ സ്കന്ധത്തിലായിക്കൊണ്ട് ഓരോ ദേവിമാരുടേതായ മഹത്വം, ഈ നവദുർഗകളുടേതായ മഹത്വം, അവരെ ഉപാസിക്കുന്നതായ മന്ത്രം മുതലായതൊക്കെ പറയുമ്പോഴാണ് തുളസി മാഹാത്മ്യം എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയുടെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ട്. തുളസി തുലനം ചെയ്യാൻ എന്ത് ചെയ്യാം പറ്റാത്തതായ ഒരു ചെടിയാണ്. അതുകൊണ്ടാണ് തുളസി എന്ന് പറഞ്ഞത് എന്നാണ്. തുളസി തോയഗണികം മൃത്യുകാലേശയോപവി. ആരാണ് ഈ മരണകാലത്ത് തുളസിയുടേതായിട്ടുള്ള ജലം കഴിക്കുന്നത്, അവർക്ക് എന്തുണ്ട്, വൈകുണ്ഠത്തിലേക്ക് പ്രവേശം കിട്ടണു എന്നാണ് തുളസിയുടെ ഒരു മഹാത്മ്യത്തെ പറ്റി പറഞ്ഞത്. ഒരുപാട് ശ്ലോകങ്ങളുണ്ട് മഹാത്മ്യത്തെ പറ്റി പറയുന്നത്. അതിൽ തുളസിയുടെ പ്രാധാന്യം ആധുനിക ഭൗതിക ലോകത്തിൽ തന്നെ മഹത്താണ്. അന്ന് നമ്മുടേതായ പൂർവ്വത്തിലൊക്കെ എല്ലാ പൂജാവിധികളിലും ആദ്യം തന്നെ ഈ തുളസി ഉപയോഗിച്ചിരുന്നു. ഈ തീർത്ഥം ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ആ ശംഖിലൊരു തുളസി ഇല ഇട്ടിട്ടാണ് പിന്നെ മന്ത്രങ്ങളൊക്കെ ചെല്ലുക. അഭിഷേകം കഴിച്ച തീർത്ഥമൊക്കെ തരുമ്പോൾ അതിലൊക്കെ എന്തുണ്ടാവും, തുളസിയുടേതായ ജലങ്ങളുണ്ടാവും. ഇപ്പോൾ ആധുനികമായിട്ട് ഈ തുളസിയുടേതായ അംശം ഏതോ ചില അംശങ്ങൾ ക്യാൻസർ മുതലായ രോഗങ്ങൾ തടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇപ്പോൾ ആധുനികമായിട്ട് പറയുന്നുണ്ട്. തുളസിയുടെ ഏതൊരു ഭാഗം അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടർ സുബ്രഹ്മണ്യമാണ് ഈ തുളസിയെ പറ്റി പറഞ്ഞത്. അപ്പം അതിലൊരു മരുന്ന് ഈ തുളസിയിൽ നിന്നുണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നു. എന്തായാലും നമ്മുടെ പൂർവികർ നിത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു ഈ തുളസി തീർത്ഥം. ഈ ക്ഷേത്രത്തിലൊക്കെ ചെന്നാൽ ഈ ഏത് പ്രസാദത്തിലാണെങ്കിലും അതിലെന്തുണ്ടാവും, തുളസി ഉണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം എടുത്ത് കളയാതാന്ന് ചോദിച്ചാൽ അതാണ് എന്താ ഇത്ര തുളസി ഇട്ടിരിക്കണോ പറഞ്ഞാൽ ആദ്യം അയാൾ 2 ചീത്തയും പറഞ്ഞിട്ട് അതങ്ങോട്ട് എടുത്ത് കളയും. അപ്പോൾ ഉദ്ദേശം അതല്ല, അതിൻ്റെ ഒരു അംശം നിത്യമായിട്ട് കുറഞ്ഞ രീതിയിലൊരു അംശം നിത്യമായിട്ട് നമ്മളിൽ ദേഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ അത് എത്രയോ മഹത്താണ്. അതുകൊണ്ട് ഈ വെറും തുളസിയുടെ ഇല ഒരു 4-5 എല്ലാ ദിവസവും രാവിലെ കഴുകി വൃത്തിയാക്കി വെറും വെള്ളത്തിലിട്ട് വെച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാലും മതി. അല്ലാതെ പ്രത്യേക തുളസി കഷായം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഇല ജലത്തിലിട്ട് വെച്ച് ആ ജലം കുറച്ച് കുടിച്ചാലും. പക്ഷെ എന്ത് വേണം, അതിന് നിത്യമായിട്ട് തുളസി ഗൃഹത്തിലുണ്ടാവണം. അതുകൊണ്ടാണ് പൂർവ്വകാലങ്ങളിൽ തുളസിത്തറ ഒക്കെ ഉപയോഗിച്ചിരുന്നത്. തുളസിത്തറയുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുളസിത്തറയിൽ തന്നെയുള്ളതായ മധ്യഭാഗത്ത് കൊണ്ട് ആര് ജീവിക്കണു, ദേവതകളൊക്കെ ആ തുളസിയുടെ മധ്യഭാഗത്തുണ്ട്. തുളസിയുടെ മൂലത്തിലായിക്കൊണ്ട് എല്ലാ തീർത്ഥം, ഗംഗ, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര മുതലായ നദികളുടെയൊക്കെ അംശം ആ തുളസിയുടേതായ മൂലത്തിലുണ്ട് എന്ന് പറയും. തുളസിയുടെ അഗ്രത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗത്തായിക്കൊണ്ട് തുളസി വേദങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളണം എന്ന് പറയും. അങ്ങനെയാണ് ഈ തുളസിയിൽ വേദവും തീർത്ഥവും ദേവതമാരുടെയും സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ളതായ തുളസിയുടേതായ പൂജ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. തുളസി പൂജ വിശദമായിട്ട് ഇവിടെ ചെയ്യും, തുളസിക്ക് നിവേദ്യമൊക്കെ ചെയ്തുകൊണ്ട്. ആ സമയത്ത് ഇവിടെ പൂജിക്കുന്നതായ തുളസി ചെടികൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു. പറ്റുമെങ്കിൽ ഒരു ചെടി കൊണ്ടു ചെന്ന്
വീട്ടിൽ സ്വന്തം ഫ്ലാറ്റിൻ്റെ ഇപ്പോൾ പുറത്ത് ചിലവിടെയൊക്കെ അനുവദിക്കുന്നില്ല എങ്കിലും അത് കുറേശ്ശെ വെള്ളം നിത്യമായിട്ട് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നത് മഹത്താണ്. പിന്നെ ആ തുളസി ഇല ഉപയോഗിക്കാനായിട്ട് പറ്റും. താല്പര്യമുള്ള ആളുകൾക്ക് അത് ഇപ്പോഴും ചീട്ടാക്കാവുന്നതാണ്. പൂജിച്ചതായ തുളസി ഇവിടുന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് വീട്ടിൽ ഫ്ലാറ്റിനകത്ത് തന്നെ വളർത്താമെന്നുള്ളതാണ്. പുറത്ത് വളർത്തേണ്ട ആവശ്യമില്ല. അത് ഒരു പരിധി വരെ വീട്ടിനകത്ത് തന്നെ ഫ്ലാറ്റിനകത്ത് തന്നെ വളരും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അത് പേര് കൊടുത്താൽ ഈ പൂജ കഴിയുന്ന സമയത്ത് അവർക്ക് ആ തുളസി നേദിച്ചതായ ഈ ചെടികൾ ഇവിടെ ഉണ്ട്. ആ വലിയ തുളസിയല്ല. അത് കണ്ടാൽ ഇപ്പോൾ ആൾക്കാർ അയ്യോ ഇതാവോ തരിക എന്നാ പണിയായി അത് തരുന്നില്ല. ആ തുളസി ആൾറെഡി ബുക്കളാണ്, അതുകൊണ്ട് അതില്ല. ഇവിടെ ചെറുതായ തുളസി ചെടികളുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കുറച്ചെണ്ണേ ഉള്ളൂ. അത് വെള്ളം കൂട്ടി എല്ലാവരും കൂടി എന്തായാലും ബുക്ക് ചെയ്യേണ്ട. കാരണം പിന്നെ അത്ര തുളസി ചെടികളില്ല. താല്പര്യമുള്ള ആൾക്ക് പേര് കൊടുക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ശ്രീ ജഗദംബികായേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ശ്രീ ജഗദംബികായേ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. നിത്യം തുളസീതോയം ഹുങ്കൃതേ ഭക്തിയാചമാനവ. യക്ഷാശ്വമേധയം പുണ്യം സംപ്രാപ്നോതി സമാനസാം. തുളസീ ക്രീഡതി ശുഭേ പാപഹാരിണീ പുണ്യേ മുനിപ്രസാദജനനീ സുസൗഭാഗ്യദായിനി. നമസ്തേ നാരദനുദേ നാരായണമനപ്രിയേ. തുളസീതാം നമാമ്യഹം ആദിവ്യാദിഹരേ ദേവി. തുളസീതം നമാമ്യഹം യന്മൂലേ സർവതീർത്ഥാനി യന്മധ്യേ സർവദേവതാ. യദഗ്രേഷു വേദാശ്ച തുളസീതാം നമാമ്യഹം. തുളസീ ദേവി നമ്മൾ ദേവി ഭാഗം മഹാത്മ്യത്തിലെ ഭാഗങ്ങൾ വായിക്കാനുണ്ട്. അതിലൊരു അധ്യായം വായിച്ച് പിന്നെ പൂജ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. അഥ സപ്തവിംശോऽധ്യായ. ശ്രീനാരായണ ഉവാച. സ്തുത്വാനേന സ്വശിവദൽ സംപൂജ്യ വിധിപൂർവകം ദദർശ തത്ര താം ദേവീം സഹസ്രാർക്കസമപ്രഭാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ഉവാച സ രാജാനം പ്രസന്നാസ സ്മിതാ സതി. യഥാ മാതാ സുപുത്രം ച ദ്യോതയന്തി ദിശസ്പൃശം. സാവിത്ര്യുവാച. ജാനാമ്യഹം മഹാരാജായത്തെ മനസി വാഞ്ചിതം തവ പത്ന്യാ ച സർവം ദാസ്യാമി നിശ്ചിതം. സാധ്വീ കന്യാഭിലാഷം ച കരോതി തവ കാമിനി. ത്വം പ്രാർത്ഥയസി പുത്രം ച ഭവിഷ്യതി ക്രമേണ ച. ഇത്യുക്ത്വാ സാ തഥാ ദേവീ ബ്രഹ്മലോകം ജഗാമഃ. രാജാ ജഗാമ സ്വഗൃഹം തൽകന്യാദോ ബഭൂവഃ. ആരാധനാ ച സാവിത്ര്യാ ബഭൂവ കമലാപര. സാവിത്രീതി സതം നാമ ചകരാശ്വതിർനൃപ. കാലേന സാ വർത്തമാന ബഭൂവ ച ദിനേ ദിനേ. രൂപയൗവന സമ്പന്ന ശുക്ലേ ചന്ദ്രകലായഥ. സാ വരം വരയാമാസ ദ്വിമത്സേനാത്മജം തഥാ. സത്യമന്തം സത്യശീലം നാനാഗുണസമന്വിതം. രാജാസ്തസ്മൈ ദദൗ താം ച രത്നഭൂഷണഭൂഷിതാം. സോമേ സാബ്ധം കൗതുകേന താം ഗൃഹീത്വാ ഗൃഹം യയോ. स च संवत्सरेदीदे सत्यवान् सत्यविक्रम. जगाम फलकाष्ठाब्धं सहर्षं पितुराज्ञया. जगाम साध्येदर्पच सावित्री देवी योगदा. निपत्य वृक्षा तत्रैव प्राणान् तत्याज सत्यवान्. यमस्तुं वृषं दृष्ट्वा बद्ध्वां कुष्ठसमं मुनि. गृहीत्वा गमनं चक्रे तत्पश्चात् प्रेयोषधि. पश्चात्तां सुततीं दृष्ट्वा यमः संयमनीपदे. वाचमधुरं साध्वीं साधूनां प्रवरो महान्. धर्मराज उवाच. अहो क्वयासि सावित्री गृहीत्वा मानुषीं तनुं. यदि यास्यसि सिकान्तेन सार्धं देहं तदा त्यज. गन्तुं मर्त्यो न शक्नोति गृहीत्वा पाञ्चभौतिकं. देहं च मम लोकं च नश्वरं नश्वर सदा. भर्तृत्वे पूर्णकालो वै बभूव भारते सदि. सुवर्णफलभोगार्थं सत्यवान् याति मद्गृहं.
कर्मणा जायते जन्तुर्कर्मणैव प्रलीयते सुखं दुःखं भयं शोक कर्मणैव प्रणीयते कर्मणेन्द्रो भवेत् जीवो ब्रह्मपुत्रः स्वकर्मणा हरेर्दासो जन्मादिरेदो भवेत् स्वकर्मणा सर्वसिद्धिमवरतं लभेत् ध्रुवं लभेत् स्वकर्मणा विष्णोर्सालोक्यादिचतुष्टयम् सुरत्वं च मनुत्वं च राजेन्द्रत्वं लभेन्नर स्वकर्मणा शिवत्वं च गणेशत्वं तथैव च कर्मणा न च मनीन्द्रत्वं कर्मणा च मनीन्द्रत्वं तपस्वित्वं सकर्मणा क्षत्रियत्वं वैश्यत्वं च सकर्मणा कर्मणैव च म्लेच्छत्वं लभते नात्र संशयः स्वकर्मणा जङ्गमत्वं शैलत्वं च सकर्मणा कर्मणा राक्षसत्वं च किन्नरत्वं स्वकर्मणा कर्मणैवाधिपत्यं च वृक्षत्वं च स्वकर्मणा कर्मणैव वशत्वं च वनजीवी स्वकर्मणा कर्मणा क्षुद्रजन्तुत्वं कृमित्वं च स्वकर्मणा दैतेयत्वं दानवत्वमसुरत्वं सकर्मणा इत्येतुक्त्वा सावित्रीं विरराम स वै यमः। इति श्रीदेवी भागवते नमस्कन्धे सप्तविंशोऽध्यायः। सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः। इति श्रीदेवी भागवते नमस्कन्धे सप्तविंशोऽध्यायः। सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः। अथ अष्टाविंशोऽध्यायः। श्रीनारायण उवाच यमस्य वचनं श्रुत्वा सावित्री च पतिव्रता तुष्टावपरया भक्त्या तम् उवाच मनस्विनी। सावित्री उवाच किं कर्म तद्भवेल्केन को वा तद्धेतुरेव च को वा देही च देहः को वा अत्र कर्मकारकः किं वा ज्ञानं च बुद्धिं का को वा प्राणशरीरिणं कान्येन्द्रियाणि किं तेषां लक्षणं देवता च कां भोक्ता भोजयिता को वा भोगच निष्कृति को जीव परमात्मा कस्तन्मे व्याख्यातुमर्हसि। धर्म उवाच वेदप्रणिहितो धर्मकर्म यन्मङ्गलं ब्रह्म वैदिकं तु यत्कर्म तदेवाशुभमेव च अहैतुकी देवसेवा सङ्कल्परहिता सदी कर्मनिर्मूलरूपा च सा एव परभक्तिता को वा कर्मफलं भुङ्क्ते को वा निर्लिप्त एव च ब्रह्मभक्तो यो नरश्च स च मुक्तश्रुतश्रुतौ जन्ममृत्युजराव्याधिशोकभीतिविवर्जिता भक्तिश्च द्विधा साध्वीसृत्युक्ता सर्वसम्मता निर्वाणपददात्री च हरिरूपप्रदा नृणां हरिरूपस्वरूपां च भक्तिं वाञ्छन्ति वैष्णवा अन्ये निर्वाणमिच्छन्ति योगिनो ब्रह्मवित्तमा कर्मणो बीजरूप च सततं दन्तलप्रदां कर्मरूप च भगवान् परात्मा प्रकृतिपरां सोऽपि तथेद्रूप च देहो नश्वर एव च पृथिवी वायुराकाशो जलं तेजस्तदेव च एतानि सूत्ररूपाणि सृष्टिरूपविधौ सदा कर्मकर्ता च देही च आत्मा भोजयिता सदा भोगो विभवभेद च निष्कृतिर्मुक्तिरेव च सदसल्भेदबीजं च ज्ञानं नानाविधं भवेत् विषयाणां विभागानां भेदबीजं च कीर्तितं बुद्धिर्विवेचना सा च ज्ञानबीजं श्रुतौ श्रुतं वायुभेदा च प्राणा च वररूपा च देहिनाम् इन्द्रियाणां च प्रवरमेश्वरां च मनोहकं प्रेरकं कर्मणां चैव दुर्निवार्यं च देहिनाम् अनिरूप्यमदृश्यं च ज्ञानभेदो मनस्मृतं लोचनं श्रवणं घ्राणं तत् च रसनमिन्द्रियम् अङ्किनामङ्गरूपं च प्रेरकं सर्वकर्मणां विरूपं मित्ररूपं स्वरूपं च दुःखदं सूर्यो वायु च पृथिवी ब्रह्माद्या देवता स्मृता प्राणदेहादिप्रद्यो हि सजीव परिकीर्तितं परमं व्यापकं ब्रह्म निर्गुणप्रकृतेर्परा कारणं कारणानां च परमात्मा स उच्यते इत्येवं कथितं सर्वं तया पृष्टं यदागमं ज्ञानिनां ज्ञानरूपं च गच्छ फल्सेथा सुखं। सावित्री उवाच त्यक्त्वा क्वयामिकान्तं वाक्त्वं वा ज्ञानार्णवं ध्रुवं यद्यल् करोमि प्रश्नं च तद्भवान् वक्तुमर्हति कां योनिं याति जीव कर्मणा केन वा पुनः केन वा कर्मणा स्वर्गं केन वा नरकं पिता केन वा कर्मणा मुक्तिर्केन भक्तिर्भवेत् गुरु केन वा कर्मणा योगी रोगी वा केन वा दीर्घजीवी च केन अल्पायुश्च कर्मणा केन वा कर्मणा दुःखी सुखी वा केन कर्मणा अंगहीन च गान च विद्रकेन कर्मणा अंधो वा पंगुरवे च प्रमत्तः केन कर्मणा क्षिप्त्वादिलुब्धकच्चोर केन वा कर्मणा भवेत् केन सिद्धिमवाप्नोति सालोक्यादिचतुष्टयम् केन वा ब्राह्मणत्वं च तपःसिद्धं च केन वा स्वर्गभोगादिकं केन वैकुण्ठं केन कर्मणा गोलोकं केन वा ब्रह्मन् सर्वोत्कृष्टं निरामयं नरको वा कतिविध किं संख्यो नाम किं च वा को वा कं नरकं याति कियन्तं तेषु तिष्ठति पापिना कर्मणा केन को वा व्याधि प्रजायते
यद्यल प्रियमया प्रश्नं धन्ये व्याख्यातुमर्हसि इति श्रीदेवी भागवते नामस्कन्धे अष्टाविंशोऽध्याय सर्वत्र देवी नाम संकीर्तनं श्रीमहादेवी नमः। अथ एकोनत्रिंशोऽध्याय श्रीनारायण उवाच सावित्री वचनं श्रुत्वा जगाम विस्मयं विमः प्रहस्य वक्तुमारेभे कर्मभागं तु जीविनां धर्म उवाच कन्यातो दशवर्षीयवल्सेतं वयसाधुना ज्ञानं तु पूर्वविदुषं ज्ञानिनां योगिनां परं सावित्री वरदानेन त्वं सावित्री कलासदे प्राप्ता विरा भूभृदा च तपसा तत्समासुदे यदा श्रीपदे क्रोडे भवानी च भवे भवोरसि यथा दीर्घशवे च यथा हल्या च गौतमे यथा शनि महेन्द्र च यथा चन्द्रे च रोहिणी यथा कामदेव यथा स्वाहा हृदाशने यदा सुधा च पितृषु यथा सन्ध्यादिवाकरे वर्णानि च वर्णे यज्ञे च दक्षिणा यथा वराहे पृथिवी देवसेना च कार्तिके सौभाग्य सुप्रिया त्वं च यथा सत्यव्रतप्रिये अयं तुभ्यं वरुदत्वप्यवरं चेदेप्सितं मृडदेवी महाभागे ददामि सकलेप्सितं सावित्री उवाच सत्यव्रतौरसानां पुत्राणां शतकं मम भविष्यति महाभागवर्मे तन्मदीप्सितं मल्पितुर्पुत्रशतकं शिशुरस्य च चक्षुषी राज्यलाभो भवत्वेवं वरमे तन्मदीप्सितम् अन्ते सत्यवदासार्थं यास्यामि हरिमन्दिरं समदीते लक्षवर्षे देहि इदं मे च कल्पते जीवकर्म विभागं च श्रोतुं कौतूहलं मम विश्वे निस्तारबीजं च तन्मे व्याख्यातुमर्हसि धर्मराज उवाच भविष्यति महासाध्ये सर्वं मानसिकं तव जीवकर्म विभागं च कथयामि निशामय शुभानाम् अशुभानां च कर्मणां जन्म भारते पुण्यक्षेत्रे च नान्यत्र सर्वं भुञ्जते जनः सुरादैत्यादानवा च गन्धर्वा राक्षसादया नरा च सर्वजनका न सर्वे जीविनः सदि विशिष्टजीविनः कर्म भुञ्जते सर्वयोनिषु शुभाशुभं च सर्वत्र स्वर्गेषु नरकेषु च विशेषतो जीविनश्च भ्रमन्ते सर्वयोनिषु शुभाशुभं भुञ्जते च कर्म पूर्वार्जितं परं शुभेन कर्मणा यते स्वर्लोकाधिकमेव च कर्मणा च शुभेनैव भ्रमन्ति नरकेषु च कर्मनिर्मूलने भक्तिर्सा चोक्तादिविधा सति निर्वाणरूपा भक्ति च ब्रह्मणप्रकृतेरिहां रोगी कर्मणा जीवच्च आरोग्येष्वकर्मणा दीर्घजीवी च क्षीणायुर्सुखी दुःखी च कर्मणा अन्धादेर्चाङ्गहीन कर्मणा कुत्सितेन च सिद्ध्यादिकमवाप्नोति सर्वोत्कृष्टेन कर्मणा सामान्यं गतितं देवी विशेषं सुन्दरी सुदुर्लभं सुगोप्यं च पुराणेषु स्मृतिष्वपि दुर्लभमानुषी जाति सर्वजातिषु भारते सर्वेभ्यो ब्राह्मणश्रेष्ठा प्रशस्त सर्वकर्मसु ब्रह्मनिष्ठो चैव गिरीयान् भारते सति निष्काम च सकाम च ब्राह्मणो द्विविधः सति सकाम च प्रधान च निष्कामो भक्त एव च कर्मभोगी सकाम च निष्कामो निर्भद्रव स याति देहं त्यक्त्वा च पदं यत्तन्निरामयं पुनरागमनं नास्ति तेषां निष्कामिनां सति सेवां द्विविधं कृष्णं परमात्मानं ईश्वरं गोलोकं प्रतिते भक्त द्विविरूपविधारण सकामिनो वैष्णवा च गत्वा वैकुण्ठमेव च भारतं पुनरायान्ति तेषां जन्म द्विजादिषु काले गते च निष्कामा भवन्त्येव क्रमेण च भक्तिं च निर्मलां तेभ्यो दास्यामि निश्चितं पुनः ब्राह्मणा वैष्णवा चैव सकामा सर्वजन्मसु न तेषां निर्मला बुद्धिर्विष्णुभक्तिविवर्जितां तीर्थाश्रिता द्विजायेन तपस्या निरता सति ते यान्ति ब्रह्मलोकं च पुनरायान्ति भारते स्वधर्मनिर्धाये च ये च तीर्थनिवासिनः व्रजन्ति ते सत्यलोकं पुनरायान्ति भारते स्वधर्मनिर्धा विप्रा सूर्यभक्ता च भारते व्रजन्ति ते सूर्यलोकं पुनरायान्ति भारते मूलप्रकृतिभक्ता ये निष्कामा धर्मचारिणा मणिद्वीपं प्रयान्ति वा पुनरावृत्तिवर्जितं स्वधर्मे निर्धा भक्ता शैवा शाक्ता च गाणवा ते यान्ति शिवलोकं च पुनरायान्ति भारते ये विप्रानुदेवा देवे च स्वधर्मनिर्धा सति ते यान्ति सर्वलोकं च पुनरायान्ति भारते हरिभक्ता च निष्कामा स्वधर्मनिर्धा द्विजा ते यान्ति च हरेर्लोकं क्रमाल् भक्तिबलादहं स्वधर्मरहिता विप्रा देवान्यसेवना सदा भ्रष्टाचारा च कामा च ते यान्ति नरकं ध्रुवं स्वधर्मनिर्धा एव वर्णा चत्वार एव च भवन्त्येव शिवस्यैव कर्मणफलभोगिना स्वधर्मरहिता ये च नरकं यान्ति ते ध्रुवं भारते न भवन्त्येव कर्मणफलभोगिना स्वधर्मनिर्धा एव वर्णा चत्वार एव च स्वधर्मनिर्धा विप्रा स्वधर्मनिर्धाय च कन्यां ददाति विप्राय चन्द्रलोकं प्रयान्ति देव सन्ति तत्र ते साध्वी यावदिन्द्रा चतुर्दश सालङ्कृताय दानेन द्विगुणं परमुच्यते सकामा यान्ति तल्लोकं न निष्कामा च साधवा ते प्रयान्ति विष्णुलोकं फलसङ्घातवर्जिता गिव्यं च रजतं स्वर्णं वस्त्रं सत्त्वीफलं जलं ये ददत्येव विप्रेभ्य चन्द्रलोकं प्रयान्ति ते वसन्ति ते च तल्लोके यावन्मन्वन्तरं सति सुजराश्रितं वासं कुर्वन्ति तेन ते जनाः ये ददति सुवर्णां च यज्ञा च ताम्रादिकं सति ते यान्ति सूर्यलोकं च शुजे ब्राह्मणा यजा वसन्ति ते तत्र लोके वर्षाणां मैदं सति
विपुले सुजनं वासं कुर्वन्ति च निरामया ददाति भूमिं विप्रेभ्यो धनानि विपुलानि च सयाति विष्णुलोकं च श्वेतदीपं मनोहरं तत्रैव निवसद्देव यावच्चन्द्रदिवाकरो विपुले विपुलं वासं करोति पुण्यवान् मुने गृहं ददति विप्राय ये जना भक्तिपूर्वकं ते यान्ति विष्णुलोकं च सुजनं सुखदायकं गृहरेणुप्रमाणं च विष्णुलोके महत्तमे विपुले विपुलं वासं कुर्वन्ति मानवासते यस्मै च देवाय यो ददाति गृहं नर सयाति सत्यस्य लोकं च रेणुमानां तमेव च सौदे चतुर्गुणं पुण्यं देशे शतगुणं फलं प्रकृष्टे गुणं तस्मादित्याह अबलोद्भव यो ददाति तडागं च सर्वपापानुत्तये सयाति जनलोकं च रेणुमानां तमेव च वाप्यां फलं दशगुणं प्राप्नोति मानवः सदा सद्वापि प्रदानेन ताडकस्य फलं लभेत धनुश्चतुर्सहस्रेण दैर्घ्यमानेन निश्चितम् न्यूनावातावदे प्रशंसावापि प्रतिकीर्तिता दशवापि समागन्यायति पात्रे प्रदीयते फलं ददाति द्विगुणं यदि सालङ्कृता भवेत् यद्फलं च तडागे च तदुद्धारे च तत्फलं वाप्या च पङ्गोद्धरणे वापि तुल्यफलं लभेद शुद्धवृषमारोप्य प्रतिष्ठां यः करोति च स प्रयाति तपोलोकं वर्षाणामैदं सदे पुष्पोद्यानं यो ददाति सावित्री सर्वभूतये स वसे ध्रुवलोके च वर्षाणामैदं ध्रुवम् यो ददाति विमानं च विष्णवे भारते सदि विष्णुलोके वसेत्सो वियावन्मनन्तरं परं चित्रयुक्ते च विपुले फलं तस्य चतुर्गुणं तस्यार्थं शिवगादाने फलमेव लभे ध्रुवं यो ददाति भक्तियुक्तो हरये दोडमन्दिरं विष्णुलोके वसेत्सो वियावन्मनन्तरशतं राजमार्गं संयुक्तं यकरोति पतिव्रते वर्षाणामैदं सोऽपि शक्रलोके महीयते ब्राह्मणेभ्यो देवेभ्यो दाने समफलं लभेत युक्ति दत्तं च तद्भुङ्क्ते न दत्तं नोपतिष्ठते यद्धि दत्तं च तद्भुङ्क्ते न दत्तं नोपतिष्ठते भुक्त्वा स्वर्गादिजं सौख्यं पुण्यवान् जन्म भारते लभे विप्रकुलेष्वेव क्रमेणैवोत्तमादिषु भारते पुण्यवान् विप्रो भुक्त्वा स्वर्गादिकं बलं पुनसोऽपि भवेत् विप्रचैवं च क्षत्रियादया क्षत्रियो वा अथवैश्यो वा कल्पकोटिशतेन जातपसा ब्राह्मणत्वं च न प्राप्नोति श्रुतौ श्रुतं न भुङ्क्तं क्षीयते कर्म कल्पकोटिशतैरवे दैवदेवसहायेन कायं योगेन शुद्धते यदते कथं किं भूय श्रोतुमिच्छसि इति श्रीदेवी भागवते नमस्कन्दे एकोनत्रिंशोऽध्याय सर्वत्र देवी नाम संकीर्तनं महादेवी नमः सर्वत्र देवी नाम संकीर्तनं श्रीमहादेवी नमः ശ്രീജഗദംബികായൈ നമഃ. അങ്ങനെ ദേവിയുടേതായിട്ടുള്ള തുളസി പൂജയാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ തുളസി ദേവിയെ പ്രാർത്ഥിക്കുന്നതായ മന്ത്രങ്ങൾ ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലിത്തരാം. അതാത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ തുളസി ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റുചൊല്ലാം. മന്ത്രങ്ങൾ ചെല്ലുന്നത് നിങ്ങൾക്ക് ഏറ്റുചൊല്ലാവുന്നതാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവീ നമഃ. വൃന്ദാവൃന്ദാവനീ വിശ്വപൂജിതാ വിശ്വപാവനീ വൃന്ദാവൃന്ദാവനീ വിശ്വപൂജിതാ വിശ്വപാവനീ പുഷ്പസാരാ നന്ദിനീ ച തുളസീ കൃഷ്ണജീവനീ പുഷ്പസാരാ നന്ദിനീ ച തുളസീ കൃഷ്ണജീവനീ കൃഷ്ണജീവനരൂപാസാം കൃഷ്ണജീവനരൂപാസാം ശശ്വത്പ്രിയതമാസതി തേന കൃഷ്ണജീവനീ സാ തേന കൃഷ്ണജീവനീ സാ സാ മേ രക്ഷതു ജീവനം സാ മേ രക്ഷതു ജീവനം വൃന്ദരൂപാശ്ച വൃക്ഷാശ്ച വൃന്ദരൂപാശ്ച വൃക്ഷാശ്ച യദൈകത്ര ഭവന്തി ച യദൈകത്ര ഭവന്തി ച വിദുർബുധാസ്തേന വൃന്ദാം വിദുർബുധാം
തേന വൃന്ദാം മത്പ്രിയാം യാം ഭജാമ്യഹം കൃഷ്ണപ്രിയാം യാം ഭജാമ്യഹം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. നമ്മൾ ദേവിക്കായിട്ടുള്ളതായ തുളസി ദേവിക്കായിട്ടുള്ള ദീപാരാധനയാണ്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ദേവി സരസ്വതി ദുർഗേ ഭഗവതി ശരണം മേ തവ ചരണയുഗം. ജയ് ജയ് അംബ ജഗദോദ്ധാര ജയ് ജയ് മാതാ ജഗദോദ്ധാര. ദുർഗതിനാശിനി ദുർഗേ ജയ ജയ് കാലവിനാശിനി കാളീ ജയ ജയ്. ദുർഗാ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവ ചരണയുഗം. ശ്രീ ജയശങ്കരി ശ്രീ ശിവശങ്കരി ശരണം മേ തവ ചരണയുഗം. ശ്രീ പരമേശ്വരി ശ്രീ ഭുവനേശ്വരി ശരണം മേ തവ ചരണയുഗം. ശ്രീഹരസുന്ദരി ശ്രീ ശിവനന്ദിനി ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ദുർഗാ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവ ചരണയുഗം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ഓം ജയ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. കൊല്ലൂർ വാഴും ജഗദംബേ കരുണക്കടലേ ജഗദംബേ. കൊല്ലൂർ വാഴും ജഗദംബേ കരുണക്കടലേ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. കൊല്ലൂർ വാഴും ജഗദംബേ കരുണക്കടലേ ജഗദംബേ. ആശ്രിതവത്സലയല്ലോ നീ അനാഥരക്ഷകിയല്ലോ നീ. ആശ്രിതവത്സലയല്ലോ നീ അനാഥരക്ഷകിയല്ലോ നീ. അല്ലലകറ്റുക ദേവി നീ അമ്മേ ജനനീ ജഗദംബേ. അല്ലലകറ്റുക ദേവി നീ അമ്മേ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. കൊല്ലൂർ വാഴും ജഗദംബേ കരുണക്കടലേ ജഗദംബേ. കരുണക്കടലേ ജഗദംബേ. ആദിപരാശക്തി നീ ആപൽ ബാന്ധവയല്ലോ നീ. ആദിപരാശക്തി നീ ആപൽ ബാന്ധവയല്ലോ നീ. പാരമികാവിൽ വാണരുളും അമ്മേ ജനനീ ജഗദംബേ. പാരമികാവിൽ വാണരുളും അമ്മേ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. കൊല്ലൂർ വാഴും ജഗദംബേ കരുണക്കടലേ ജഗദംബേ. ചോറ്റാനിക്കര ഭഗവതി നീ ചെറുകുന്നന്നപൂർണേശ്വരി നീ. ചോറ്റാനിക്കര ഭഗവതി നീ ചെറുകുന്നന്നപൂർണേശ്വരി നീ. കൊടുങ്ങല്ലൂർ വാഴും നമ്മേ നീ കരുണക്കടലേ ജഗദംബേ. കൊടുങ്ങല്ലൂർ വാഴും നമ്മേ നീ കരുണക്കടലേ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. ഓം ജയ ജനനീ ജഗദംബേ. കൊല്ലൂർ വാഴും ജഗദംബേ
ജഗദംബേ കരുണക്കടലേ ജഗദംബേ കരുണക്കടലേ ജഗദംബേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. വാണീ നിൻ കൃപ കാണിടേണമതിനായേണാംഗബിംബാനനെ വീണയും തുൽപദ പങ്കജത്തിലടിയൻ വാണീ മനോഹാരിണി വാണീ നിർജിത വേണുഗാനമധുരേ വാണീ ഗുണം നൽകുവാൻ വാണിയിടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകംബികെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. പിന്നീട് ദേവിയുടെ ഉപാസനകളിൽ പ്രധാനമായിട്ടുള്ള വിദ്യയുടേതായ ഉപാസനാമൂർത്തിയായിക്കൊണ്ടറിയുന്ന സരസ്വതി ദേവിയുടേതായ ചരിത്രമാണ്. ആ സരസ്വതി ദേവി ഓർമ്മശക്തി പ്രദാനം ചെയ്യണു എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് യാജ്ഞവൽക്കൻ്റേതായ ഒരു ചരിത്രമാണ് അവിടെ സ്മരിക്കുന്നത്. യാജ്ഞവൽക്കൻ എന്നുള്ളതായതായ മുനികുമാരൻ 5 വയസ്സ് പ്രായമുള്ള സമയത്ത് യാജ്ഞവൽക്കൻ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. യാജ്ഞവൽക്ക ആ കാലഘട്ടങ്ങളിലൊക്കെ ഗുരുവിൻ്റേതായ ഗൃഹത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന രീതിയായി. കാരണം പൂർവ്വകാലങ്ങളിലൊക്കെ വിദ്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആത്മവിദ്യയാണ്. അപ്പം ആത്മവിദ്യയുടേതായിട്ടുള്ള അഭ്യസനം ഗുരുവിൽ നിന്ന് കണ്ടുപഠിക്കണം എന്നാണ്. ആ ഗുരുവിൻ്റെ നിത്യജീവിതം ആത്മവിദ്യ അഭ്യസിക്കുന്നത് ഒരു പ്രത്യേക സമയപരിധി വെച്ചുകൊണ്ടല്ല. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ അത് ജീവിതം അല്ലെങ്കിൽ 24 hours വിദ്യയാണ്. അപ്പം അതെങ്ങനെ പറ്റൂ? ആ ഗുരുവിൻ്റേതായ പ്രവർത്തന ജീവിത ശൈലി കണ്ടുപഠിക്കണം. അപ്പം അതുകൊണ്ട് ഗുരുവിൻ്റെ ഒപ്പം തന്നെ താമസിച്ച് വേണം എന്ത് ചെയ്യാൻ? ആത്മവിദ്യ പഠിക്കാൻ. ഇന്നിപ്പോൾ ആത്മവിദ്യ ഗൂഗിളിൽ കൂടിയൊക്കെ പഠിക്കുന്നുണ്ട്, ഓൺലൈൻ. അത് എവിടേക്ക് എത്തില്ല, ആത്മവിദ്യയിലേക്ക് എത്തില്ല. അറിവുകൾ കിട്ടും. യു വിൽ ഗെറ്റ് സോ മെനി ഡാറ്റാസ് യു ക്യാൻ കളക്ട്, ബട്ട് ദ എക്സ്പീരിയൻസ്, അനുഭവം എന്തുണ്ടാവില്ല. അത് ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതായത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്നതായ മാനസികമായ വ്യത്യാസങ്ങൾ, അതിനനുസരിച്ചതായ ആ മാനസികമായ അവരുടെ കുറവുകളിൽ നിന്ന് അതാത് വിദ്യാർത്ഥികൾക്ക് മാറി നിൽക്കാനുള്ളതായ മാർഗം, അതൊക്കെ ഒരു ഗുരുവിന് നേരിട്ട് ശിഷ്യൻ്റെ ഒപ്പം താമസിക്കുമ്പോഴേ അറിയുള്ളൂ, പറയുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആത്മവിദ്യ ഈസ് നോട്ട് ജനറൽ. അത് അങ്ങനെയല്ല. ഇറ്റ് ഈസ് നോട്ട് മീൻ ഫോർ ദ മാസ്. ഒരു കുറേ ആളുകളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്ന രീതി. കാരണം ഓരോ വ്യക്തിയുടെ മനസ്സിനും എന്തുണ്ട്, മനസ്സുകൾ വേറെയാണ്. അപ്പം അതാത് മനസ്സിനനുസരിച്ചിട്ടുള്ളതായ താല്പര്യമാണ്. അതുകൊണ്ട് എപ്പോഴും പൂർവ്വകാലങ്ങളിലൊക്കെ ഈ വിദ്യ അഭ്യസിച്ചിരുന്നത് നേരിട്ടായി. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാകുന്നതായ അറിവിനോടുള്ള താല്പര്യം, അത് ഒരു തലമാണ്. അറിവ് അറിഞ്ഞത് പ്രാക്ടീസ് ചെയ്യാൻ, സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുക എന്നുള്ളത് അത് വേറൊരു തലമാണ്. അപ്പം അത് രണ്ടും 2 വ്യത്യസ്തമായ രീതിയാണ്. പൂർവത്തിൽ ചിന്മയാനന്ദ സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു തപോവന സ്വാമികൾ. അപ്പം അങ്ങനെയുള്ളതായ തപോവന സ്വാമികളുടെ അടുത്ത് പഠിക്കാനായിക്കൊണ്ട് ഹിമാലയത്തിൽ ഉത്തരകാശിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് 6 or 7 വിദ്യാർത്ഥികളേ ഉള്ളൂ. അപ്പോൾ അവിടെ വളരെ ദൂരം നടന്നൊക്കെ ചെന്ന സമയത്ത് ഈ ആശ്രമത്തിൽ, ഈ ഗുരുനാഥൻ്റേതായ ആശ്രമത്തിൽ തന്നെ താമസിക്കാൻ പറ്റുമെന്നൊക്കെ കരുതി. അപ്പോഴാണ് ഗുരുനാഥൻ പറഞ്ഞത്, എന്ത്, ഇവിടെ വിദ്യ മാത്രമേ പറഞ്ഞു തരുള്ളൂ, താമസമൊന്നും ഇവിടെ ഇല്ല. അതെന്ത് വേണം? ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അബൌട്ട് ആൾ യുവർ മെറ്റീരിയൽ തിങ് ദാറ്റ് യു ഡോണ്ട് ബ്രിങ് ടു ദ വാട്ട്, നോട്ട് ടു ദ ടീച്ചർ. അപ്പം അതുകൊണ്ട് താമസിക്കാനൊക്കെ സ്വന്തമായിട്ട് തന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ രാവിലെ 5 മണിക്ക് ആരംഭിക്കാറുള്ളൂ. 5 മണിക്ക് ചെന്ന സമയത്ത് പറഞ്ഞു, ആദ്യമായിട്ട് ആ ഗംഗയിൽ കുളിച്ചു വരണം എന്ന്. ഇപ്പോൾ ഭാഗീരഥി എന്ന നദി താഴത്തുകൂടെ ഒഴുകുന്നുണ്ട്. പക്ഷെ അതിലെ ജലം ഐസ് പോലെ തണുത്ത വെള്ളമാണ്. അതിൽ കുളിച്ചതിന് ശേഷം എന്തുള്ളൂ, വിദ്യ ആരംഭിക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം കരുതി ആ തണുപ്പത്ത് പോയി കുളിച്ചാൽ ആകെ എന്താവും, വിഷമമാവും. അപ്പം അന്ന് വിദ്യ ആരംഭിച്ചില്ല. ഉച്ചയ്ക്ക് നല്ല ഒരുമാതിരി വെളിച്ചവും ചൂടായ സമയത്ത് കുളിച്ചിട്ട് ഇദ്ദേഹം ചെന്നു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അതങ്ങനെ പോരാ, രാവിലെ ജലത്തിൽ തന്നെ കുളിക്കണം. കാരണം ഈ പഠിക്കാൻ പോകുന്നതായി വിദ്യയിൽ
ആത്മസത്തയ്ക്ക് വലിയ പ്രാധാന്യവും ശരീരത്തിന് വലിയ പ്രാധാന്യവും ഇല്ല എന്നാണ്. അപ്പോൾ ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ചാൽ തന്നെ എന്തുണ്ടാവും? ഈ ശരീരത്തിനോട് കുറച്ചൊരു വൈരാഗ്യം ഉണ്ടാവും. ഇതിനെ സുഖിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ അങ്ങനെയാണത്ര അദ്ദേഹം ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ച് വിദ്യാഭ്യാസമൊക്കെ ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗുരുനാഥനെ കാണാനായിക്കൊണ്ട് പല മഹാത്തായിട്ടുള്ള ധനികരായിട്ടുള്ള വ്യക്തികളൊക്കെ വരും. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവിടുത്തെ രാജാവ് അടുത്തുള്ള കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിലൊക്കെ തൊഴാൻ വന്ന സമയത്ത് ഈ മഹാത്മാവ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് കാണാനായിട്ട് വന്നു. അപ്പോൾ ആ രാജാവ് തൊഴുതു പോകുന്ന സമയത്ത് ലഡുവിൻ്റെ 3-4 പാക്കറ്റുകൾ അവിടെ സമർപ്പിച്ചിട്ട് പോയി. അത് കണ്ടതോടുകൂടി ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമി പറയാണ്, ഇത് വളരെ സന്തോഷമായി, കാരണം ലഡു കഴിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഗുരുനാഥൻ ആ ലഡുവിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അന്ന് മറന്നുപോയതാവെന്ന് കരുതി പിറ്റേ ദിവസം ചെന്നപ്പോഴും അത് ആ ഭാഗത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്നും ക്ലാസ് കഴിയാറായി. അപ്പോൾ ഈ ശ്രദ്ധ ക്ഷണിക്കാനായിക്കൊണ്ട് ഈ ഗുരുനാഥനോട് പറഞ്ഞു, അത് അവിടെ ഇരുന്നാൽ എറുമ്പരിക്കും. ഗുരുനാഥൻ ചോദിച്ചു, ഏത്? ആ ലഡു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അത് എറുമ്പരിച്ചതുകൊണ്ട് തനിക്കെന്താ പ്രശ്നം? അത് എറുമ്പരിച്ചോട്ടെ. പറഞ്ഞ വസ്തുത 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ടും അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അതൊക്കെ എറുമ്പ് തിന്നാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ദിവസവും അത് നോക്കും. അപ്പോൾ പറഞ്ഞു അത്രേ, ബാലകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബാലകൃഷ്ണ, ആ ലഡു കിട്ടുമെന്ന് കരുതി നീ കൊതിക്കണ്ട, കാരണം അത് ആ ഗംഗയിലേക്ക് കളയാനുള്ളതാണ് അവസാനം. അത് നിങ്ങൾക്ക് തരുന്നതല്ല. കാരണം എന്തുകൊണ്ടാണ്? പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് ഓരോന്ന് പഠിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ്. അപ്പോൾ വളരെ സൂക്ഷ്മമായ രീതിയിൽ നിത്യജീവിതത്തിലുടേതായ സംഭവങ്ങളിൽ നിന്നാണ് പഠനം. അതുകൊണ്ടാണ് പൂർവ്വകാലങ്ങളിലൊക്കെ ഗുരുവിൻ്റെ, അങ്ങനെയാണ് യാജ്ഞവൽക്യൻ 5 വയസ്സ് പ്രായമായ സമയത്ത് ഗുരുവിൻ്റെ ഒപ്പം താമസിച്ച് പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു മന്ത്രം ചൊല്ലി വിദ്യാർത്ഥികൾക്കൊക്കെ കൂടി പഠിപ്പിക്കുമ്പോൾ ആ മന്ത്രം തെറ്റിപ്പോയി ഗുരുവിൻ്റെ. ഉടനെ തന്നെ ഈ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഈ ഗുരുനാഥ എന്ത് ചെയ്തു? നീ അങ്ങ് ചൊല്ലിയതായ മന്ത്രം തെറ്റിപ്പോയി. ഉടനെ ഗുരുനാഥൻ ചോദിച്ചു, ശരിയായ മന്ത്രം ഏത്? 5 വയസ്സായ യാജ്ഞവൽക്യൻ ആ സമയത്ത് ആ മന്ത്രം പൂർണ്ണമായിട്ട് തെറ്റുകൂടാതെ ഉച്ചരിച്ചു എന്ന. അത് ചെയ്ത സമയത്ത് ഈ യാജ്ഞവൽക്യനിൽ എന്തെന്നില്ലാത്തതായ എന്തുണ്ടായി? അഹങ്കാരമുണ്ടായി. തനിക്ക് എന്തറിയാം, ഗുരുവിനെക്കാട്ടിലും അറിവുള്ളവനാണ് താൻ എന്ന്. അങ്ങനെ ഒരു രീതി വന്നാൽ പിന്നെ ആർക്ക് പഠിപ്പിക്കണ്ട? ഗുരുവിനെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന രീതിയാണെന്ന് പലപടിയും. കാരണം വിദ്യാർത്ഥികൾ കരുണോ ടീച്ചറെക്കാട്ടിലും വിവരമാർക്കാം. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഈ യാജ്ഞവൽക്യനിൽ ഒരു അഹങ്കാരമുണ്ടായി. അത് അറിഞ്ഞതായ ഗുരു ഉടനെ ശപിച്ചു, നീ പഠിച്ചതൊക്കെ മറന്നു പോകട്ടെ. അങ്ങനെ ഈ യാജ്ഞവൽക്യന് പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കാതെയായി. എന്ത് പഠിച്ചാലും എന്തുണ്ട്, അത് ഓർമ്മ നിൽക്കില്ല, നമുക്കൊക്കെ അറിയാലോ. അപ്പം അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ പഠിച്ചത് ഓർമ്മ നിൽക്കാത്തൊരു രീതി. യാജ്ഞവൽക്യനാകെ വിഷമിച്ചു. സൂര്യഭഗവാനെ വിളിച്ച് കരഞ്ഞു എന്നാണ്. സൂര്യഭഗവാനെ, എനിക്കിതാ പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല, ദയവായി അങ്ങ് എനിക്കായിക്കൊണ്ട് മന്ത്രത്തെ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് സൂര്യഭഗവാൻ അവിടെ ഈ സരസ്വതിയുടെ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു എന്നാണ്. യാജ്ഞവൽക്യന് ഓർമ്മശക്തിക്കായിക്കൊണ്ട് സരസ്വതീം ശുക്ലവർണാം സുസ്മിതാം രുചിരാനനാം കോടിചന്ദ്രപ്രഭാമുഷ്ടപുഷ്ടശ്രീയുക്രവിഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ മന്ത്രം. അത് ദിവ്യഭാഗവതത്തിൽ സരസ്വതി വ്യാഖ്യാനത്തിലായിക്കൊണ്ട് ആ മന്ത്രമുണ്ട്. വേണ്ടവർക്ക് അത് പഠിക്കാം. പല ആളുകളും പലപ്പോഴും പ്രഭാഷണം, ഈ സപ്താഹങ്ങളൊക്കെ അല്ലെങ്കിൽ നവാഹങ്ങളൊക്കെ കഴിയുമ്പോൾ പരിചയമില്ലാതെ നാട്ടിലൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ ചോദിക്കും, ഈ തിരുമേനി എങ്ങനെ ഇത്രയും പേരും കാര്യങ്ങളൊക്കെ ഓർമ്മ വെക്കണമെന്ന് ചോദിക്കും. കുറേ പേരും 7 ദിവസം ആകുമ്പോഴേക്കും 1000 ആളുകളുടെ പേരും 500 സംഭവങ്ങളും നമ്മൾ പറയാറുണ്ട്. ഇപ്പം പറയും അതിനടിസ്ഥാനം ഈ മന്ത്രമാണ്. ഞാൻ സരസ്വതിയെ ഉപാസിക്കുന്ന മന്ത്രത്തിന് ഈ ഓർമ്മശക്തി. ഇങ്ങനെയുള്ളതായ യാജ്ഞവൽക്യൻ ഈ മന്ത്രത്തെ ഉപാസിച്ച് പിന്നീട് ആ യാജ്ഞവൽക്യ സ്മൃതി എന്ന് പറഞ്ഞതായ ഒരു ഗ്രന്ഥം എഴുതിയെന്നാണ്. യാജ്ഞവൽക്യ സ്മൃതി എന്ന് പറഞ്ഞാൽ 1,00,000 ശ്ലോകങ്ങൾ. അപ്പം പൂർവ്വകാലങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ എഴുതലൊന്നുമില്ല. പിന്നെ എന്തേ ഉള്ളൂ, ഓർമ്മയിൽ നിന്ന് പറയലാണ്. 1,00,000 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒരാഴ്ച ഇരുന്ന്
പറയാനുള്ളതുണ്ട്. ഒരാഴ്ച ഇരുന്ന് പറയാനുള്ളതായ അത്രയും മന്ത്രങ്ങൾ അദ്ദേഹം തൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു എന്നാണ്. അത്രയും ഓർമ്മശക്തി ഉണ്ടായി. അപ്പോൾ ആ സരസ്വതിയുടേതായ ആ മന്ത്രം ഓർമ്മശക്തിക്കായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ യാജ്ഞവൽക്യന് ഈ സരസ്വതിയുടെ ഉപാസന ഓർമ്മശക്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സരസ്വതിയുടെ എന്ന് മാത്രമല്ല പ്രതിഭ, കൽപ്പനാസൃഷ്ടി, യാചസൃഷ്ടി നമോ നമ. ഒരു വ്യക്തിയിലുണ്ടാകുന്നതായ പ്രതിഭ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അതാത് സമയത്ത് പ്രായോഗികമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്, അറിവിനെ പ്രയോഗിക്കാനുള്ള കഴിവ്. അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതാത് സമയത്ത് അത് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പം അതിനാണ് അവിടെ എന്ത് പറഞ്ഞത്? പ്രതിഭ. കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി തന്നെ ഒരു വസ്തുതയെ ഇന്ന രീതിയിലാവണം എന്ന് വിഭാവന ചെയ്യാനുള്ള കഴിവ്. അങ്ങനെയുള്ളതായ പല കഴിവുകളും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ കഴിവ് അത് സരസ്വതിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ളതായ ആഹാരത്തിനായിട്ട് പിരിയണം. ഒരു ഭജന ചൊല്ലി ആഹാരത്തിനായിട്ട് പിരിയും. വൈകുന്നേരം 5 മണിയോടുകൂടി ഭഗവതി സേവ, ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടുള്ള ഭഗവതി സേവയുണ്ടാവും. താല്പര്യമുള്ള ആളുകൾക്ക് അതിന് പേര് കൊടുക്കാം. 5 മണി മുതൽ 5:45 വരെ ആ ഭഗവതി സേവ ഉണ്ടാവും. നാളെ പ്രധാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് കുമാരി പൂജയാണ്. നവകന്യകാ പൂജ എന്ന് പറയും. ദേവിയെ 9 തരത്തിൽ പൂജിക്കുന്നതായ രീതി. ബാലികമാരായ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളതായ ബാലികമാരെ 9 കന്യകമാരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കുമാരി, ശാംഭവി, ദുർഗ അങ്ങനെ ഒക്കെ ആയിക്കൊണ്ട് ഉള്ളതായ ഒരു പൂജാരീതിയാണ്. അപ്പോൾ ആ കുമാരിമാരെ ഇവിടെ കാല് കഴിച്ച് അവർക്ക് മാല അണിയിച്ച് അവരെ ദേവിയായി സങ്കല്പിച്ച് അവരെ പൂജിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതായ ഒരു രീതിയാണ്. അപ്പോൾ 9 ദുർഗകളെ ഒന്നിച്ച് പൂജിച്ച് 9 ദേവിമാർ, ഓരോ ദേവിമാരെയും പൂജിക്കുന്നതിന് ഓരോ കാര്യമുണ്ട്. ഈ 3 വയസ്സായതായ മൂർത്തിയെ പൂജിക്കുന്നത് വിദ്യയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയും. രോഹിണിയെ പൂജിക്കുന്നത് രോഗനാശത്തിനായിക്കൊണ്ടാണെന്ന് പറയും. ദുർഗയെ പൂജിക്കുന്നത് ഐശ്വര്യത്തിനായിക്കൊണ്ടാണെന്ന് പറയും. കല്യാണിയെ പൂജിക്കുന്നത് വിദ്യാതിജയത്തിനായിക്കൊണ്ട്. അങ്ങനെ ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദേവിയെ പൂജിക്കുന്ന രീതിയാണ്. അത് 9 ഒന്നിച്ച് ഇവിടെ പൂജിച്ച് അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഒരു വസ്തുതയാണ് നമ്മൾ നാളെ. ഇത് ഏറെക്കുറെ ഈ സമയത്ത് 12 മണിയോടുകൂടി കുട്ടികളോട് എപ്പോഴും സമയം പറഞ്ഞിരിക്കണം. അപ്പോൾ 11:30 ആക്കും ദേവികളൊക്കെ വന്നാൽ 11:30 നമ്മൾ ആ പൂജ ആരംഭിക്കും. അപ്പം അതിൽ ആ ദേവിമാരായിട്ട് സങ്കല്പിച്ച കുട്ടികൾക്ക് അവരെ സ്പോൺസർ ചെയ്യാം. നിങ്ങൾ നേരിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് പൂജിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഏതെങ്കിലും ഈ പറഞ്ഞ 9 മൂർത്തികളിൽ 9 പേർക്കും ആയിക്കൊണ്ട് ഓരോരുത്തർക്കും ആയിക്കൊണ്ട് നിങ്ങൾ അവരെന്ത് ചെയ്യാം, ആ പൂജ നിങ്ങളുടെ വക ആയിട്ട് ഇവിടെ ബുക്ക് ചെയ്യാം. അതിന് പുറമെ അതാത് ദേവിമാർക്ക് ആ കുട്ടികൾക്കായിക്കൊണ്ട് എന്തെങ്കിലും സമ്മാനങ്ങൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളാണ്, അവരെ ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും വസ്തുക്കൾ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്താൽ അവർക്കത് സന്തോഷമായിട്ട് തീരും. അതിനുള്ളതായ സൗകര്യമുണ്ടാവും. അവരെ അത് സമർപ്പിച്ച് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കുന്ന രീതി. അത് നാളെ വരുന്ന പ്രധാന ഭാഗം. മറ്റന്നാൾ ഉച്ചയ്ക്ക് ഈ യജ്ഞം നമ്മൾ ഭഗവത്പാദങ്ങളിലായിട്ട് സമർപ്പിക്കും. മറ്റന്നാൾ രാവിലെ 10 മണിയോടുകൂടി യതിപൂജ, തൃപ്തിക്ക് വേണ്ടിക്കൊണ്ട്, പിതൃക്കളുടെ തൃപ്തിക്ക് വേണ്ടിക്കൊണ്ടാണ് യതിപൂജ ചെയ്യുന്നത്. അപ്പോൾ യതികളായിക്കൊണ്ട് ബ്രാഹ്മണരായ ആളുകളെ ഇവിടെ പൂജിച്ച് അവർക്ക് ദക്ഷിണ വസ്ത്രം ഒക്കെ സമർപ്പിക്കുന്നതാണ് യതിപൂജ. അതിൽ താല്പര്യമുള്ള ആളുകൾക്കും അത് കൗണ്ടറിൽ പേര് കൊടുക്കാം. ഒരു കീർത്തനം ചൊല്ലി നമുക്ക് തിരിയാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ,
ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ തുംഗജടാധര ഗൗരീശ പുംഗവവാഹന ഗൗരീശ തുംഗജടാധര ഗൗരീശ പുംഗവവാഹന ഗൗരീശ തുംഗജടാധര പുംഗവവാഹന ഗംഗാധര ഹര ഗൗരീശ തുംഗജടാധര പുംഗവവാഹന ഗംഗാധര ഹര ഗൗരീശ ഹര ഹര ശംഭോ ഗൗരീശ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ദക്ഷമതാവഹ ഗൗരീശ ശിക്ഷിതമന്മദ ഗൗരീശ ദക്ഷമതാപഹ ഗൗരീശ ശിക്ഷിതമന്മദ ഗൗരീശ ദക്ഷമതാപഹ ശിക്ഷിതമന്മദ ഭിക്ഷാടനപര ഗൗരീശ ഹര ഹര ശംഭോ ഗൗരീശ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ബ്രഹ്മശിരോഹര ഗൗരീശ കൽമഷനാശന ഗൗരീശ ബ്രഹ്മശിരോഹര ഗൗരീശ കൽമഷനാശന ഗൗരീശ ബ്രഹ്മശിരോഹര കൽമഷനാശന ബ്രഹ്മുഖജനക ഗൗരീശ ഹര ഹര ശംഭോ ഗൗരീശ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ നിശ്ചയ നിഷ്കള ഗൗരീശ നിത്യനിരാമയ ഗൗരീശ നിശ്ചയ നിഷ്കള ഗൗരീശ നിത്യനിരാമയ ഗൗരീശ നിശ്ചല നിഷ്കള നിത്യനിരാമയ നിശ്ചല നിരുപമ ഗൗരീശ ഹര ഹര ശംഭോ ഗൗരീശ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ഗുരുവരുണാലയ ഗൗരീശ ഭൂരി കൃപാലയ ഗൗരീശ ഗുരുവരുണാലയ ഗൗരീശ ഭൂരി കൃപാലയ ഗൗരീശ ഗുരുവരുണാലയ ഭൂരി കൃപാലയ ഭഗവൻ പാലയ ഗൗരീശ ഹര ഹര ശംഭോ ഗൗരീശ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ഗൗരീശ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ഗൗരീശ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ ജയ ജയ ശംഭോ ഗൗരീശ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കര രുദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ ശിവ ശിവ രുദ്ര മഹാദേവ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവേ നമഃ ശ്രീ ജഗദംബികായേ നമഃ. ആ തുളസി പൂജയ്ക്ക് കൊടുത്ത ആളുകൾക്ക് അതിൻ്റെ പ്രസാദം വാങ്ങിക്കാം. തിരക്ക് കൂട്ടാതെ വരിവരിയായി വന്ന് തുളസി ചെടി ബുക്ക് ചെയ്ത ആളുകൾക്ക് ആ തുളസിയുടെ ചെടി ഈ സമയത്ത് തന്നെ സ്വീകരിക്കാവുന്നതാണ്. തിരക്ക് കൂട്ടാതെ വരിവരിയായി വന്ന് അത് സ്വീകരിക്കാനായിട്ട്